ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. ലളിതാ സഹസ്രനാമത്തിന്റെ അർത്ഥ തലങ്ങളിലൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന നമ്മള് ഇന്ന് ഞാൻ ഒരു ചെറിയ ഒരു ദേവിയെ സംബന്ധിച്ചുള്ള വളരെ രഹസ്യമായിരിക്കുന്ന നവാവരണ തത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ട് വീണ്ടും നമ്മള് നാമത്തിലൂടെ കടന്നു പോകുന്നതായിരിക്കും. ഇത് ലളിതാ ത്രിപുരസുന്ദരിയുടെ നവാവരണ തത്വ രഹസ്യം എന്നാണ് ഇതിന്റെ ഹെഡിങ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണ് ഈ നവാവരണം? നമ്മൾ ഇതെല്ലാം ഇനിയിപ്പോ ദേവിയുടെ നാമങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് കേൾക്കുന്ന വാക്കാണ് ദേവി ത്രിപുരസുന്ദരി ശ്രീചക്രവാസിനിയാണ്. ശ്രീചക്രത്തിലാണ് അമ്മ വസിക്കുന്നത്. 9 ത്രികോണങ്ങളുടെ മധ്യത്തിലെ ബിന്ദു മധ്യത്തിലെ പഞ്ചപ്രേത മഞ്ചത്തിലെ ശിവ, ആ ഒരു ശിവാഭിന്നയായിട്ട് ശിവാകാര്യ മഞ്ചത്തിലിരിക്കുന്ന അമ്മ എന്നൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് ഈ നവാവരണ തത്വം എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചില കാര്യങ്ങൾ അറിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നാമങ്ങളെ കൂടുതൽ ഉള്ളിലോട്ട് കയറാൻ പറ്റും. കാരണം നമ്മുടെ ആത്മസ്വരൂപമായിരിക്കുന്ന ആത്മവിദ്യ അഹം ബ്രഹ്മാസ്മി അല്ലെങ്കിൽ അഹം ഭവാനി എന്നുള്ള തത്വത്തിലേക്ക് പോകുന്ന നമ്മൾ ഓരോരുത്തരും ആ അഹത്തെ അറിയണം അല്ലേ? അകാരമാകുന്ന ദേവിയും ഹകാരമാകുന്ന ശിവനും. ഇപ്പൊ നമ്മൾ തിരിച്ചാണ് എപ്പോഴും കേൾക്കാറുള്ളത്. പക്ഷെ ദേവി തത്വത്തിലോട്ട് ശക്തി ഉപാസനയുടെ കോർ എന്ന് പറയുന്നത് ഈ രീതിയിലാണ് പോകുന്നത്. കാരണം പരബ്രഹ്മമായിരിക്കുന്ന പരാശക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നാണ് ഈ കാണപ്പെടുന്ന നാമരൂപങ്ങളെല്ലാം ശിവനും ശക്തിയും ഉണ്ടായി. അതിൽ നിന്ന് ബാക്കിയുള്ള നാമരൂപങ്ങൾ 36 തത്വങ്ങൾ ഉണ്ടായി എന്ന് ദേവി ഉപനിഷത്ത് പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. എന്തായാലും നമുക്ക് ലളിതാ ത്രിപുരസുന്ദരിയുടെ നവാവരണ തത്വം എന്നത് ലളിതാ സഹസ്രനാമവുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ദേവി ത്രിപുരസുന്ദരി എന്ന് പറയുമ്പോൾ ശ്രീചക്രവാസിനിയാണ് അല്ലെ? ഇപ്പൊ ശ്രീ രാജരാജേശ്വരി, ശ്രീ ലളിതാ മഹാ ത്രിപുരസുന്ദരി, ശ്രീചക്ര രാജസിംഹാസനേശ്വരി അല്ലെ? ഇങ്ങനെ ദേവി എന്തുകൊണ്ടാണ് അങ്ങനെ ദേവിയെ വിളിക്കുന്നതെന്ന് ചോദിച്ചാല് അമ്മ വാസം ചെയ്യുന്നത് ശ്രീചക്രത്തിലാണ്. ഇപ്പൊ ശ്രീചക്രത്തെ നേരിട്ടോ പടത്തിലോ കണ്ടാല് നമുക്ക് വളരെയധികം അത്ഭുതം തോന്നുന്ന ഒരു കാഴ്ചയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോന്ന് അറിയില്ല. ഒരു ശ്രീചക്രത്തെ എങ്ങനെ വരയ്ക്കാം അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് ആശ്ചര്യത്തിന്റെ കാരണം മനസ്സിലാകുള്ളൂ. കാരണം ഈ ഒരു 9 ത്രികോണങ്ങൾ ആ ഒന്നിനൊന്ന് ക്രോസ് ചെയ്യുന്ന രീതിയിൽ വയ്ക്കുന്നതിനാണ് നമ്മൾ ശ്രീചക്രം എന്ന് പറയുന്നത്. 5 ത്രികോണങ്ങൾ ഒരു ദിശയിലേക്കും 4 ത്രികോണങ്ങൾ അതിന്റെ എതിർ ദിശയിലേക്കുമായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഈ 9 ത്രികോണങ്ങളെയാണ് നമ്മൾ ശക്തി ത്രികോണം, ശിവ ത്രികോണം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ശക്തിയെ പൂജിക്കുന്നവർക്ക് 5 ത്രികോണങ്ങൾ ശക്തി ത്രികോണങ്ങളും, ശിവനെ പൂജിക്കുന്നവർക്ക് 4 ത്രികോണങ്ങൾ ശിവ ത്രികോണങ്ങളും എന്ന് വിചാരിച്ച് പൂജ ചെയ്യാം നമുക്ക് ശ്രീചക്രത്തില്. ഇപ്പൊ ശക്തി കോണങ്ങൾ താഴേക്കും ശിവകോണങ്ങൾ മുകളിലേക്കും ഫേസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. കാരണം അത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാലേ കാണാവും. നമ്മൾ സാധാരണ നോക്കുമ്പോഴത്തേക്ക് ഇതൊന്നും പ്രത്യേകിച്ച് അറിയാൻ പറ്റില്ല. പക്ഷെ ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുമ്പോഴാണ് ശ്രീചക്രം വരുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് പ്രത്യേകം കാണാനും പറ്റില്ല. അങ്ങനെ ആ ഒരു 5ഉം 4ഉം കൂടി ഇന്റർസെക്ട് ചെയ്ത് 43 ത്രികോണങ്ങൾ ഉണ്ടാകണം. ഇതിനെയാണ് നമ്മൾ ശ്രീചക്രം, മേരു എന്നൊക്കെ പറയുന്നത്. സൗന്ദര്യലഹരിയില് പറയുന്ന പോലെ ചതുർഭി ശ്രീകണ്ഠശ്ച എന്ന ആചാര്യസ്വാമികളുടെ വാക്കുകൾ ഇവിടെ വളരെ പ്രധാനമാണ്. 4 ത്രികോണങ്ങൾ ശ്രീകണ്ഠന്റെ, അത് ശ്രീകണ്ഠൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശിവന്റെ, 5 എണ്ണം ശക്തിയുടെ. ഈ 43 ത്രികോണങ്ങളുടെ നടുവിൽ ബിന്ദു സ്ഥാനം വരികയാണ്. അവിടെയാണ് പരമേശ്വരനും പരമേശ്വരിയും ഐക്യമായിട്ടിരിക്കുന്ന സ്ഥലം. അപ്പൊ ശിവശക്തി ഐക്യ സ്വരൂപിണിയായിട്ട് ബിന്ദു സ്ഥാനത്തിരിക്കുന്ന ആ ഒരു ദേവിയെ ചുറ്റിയാണ് മറ്റ് ത്രികോണങ്ങളെല്ലാം 43 ത്രികോണങ്ങളും പരസ്പരം ക്രോസ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. എങ്കിലും അവ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് ബിന്ദു ത്രികോണ വസുകോണ ദശാരയുഗ്മം മന്വശ്രം നാഗദള സംയുത ഷോഡശാരം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കാരണം ബിന്ദു കഴിഞ്ഞ് ത്രികോണങ്ങള്, അത് കഴിഞ്ഞ് വസുകോണങ്ങൾ 8 കോണങ്ങള്, 10 ദശാരയുഗ്മം 10 എണ്ണം, മന്വശ്രം നാഗദള സംയുത ഷോഡശാരം, അത് കഴിഞ്ഞ് പത്മങ്ങള്. ഇങ്ങനെയാണ് നമ്മൾ ശ്രീചക്രത്തിൽ കാണുന്നത്. അപ്പൊ നടുവില് ബിന്ദു, അതിനെ ചുറ്റി ഒരു ട്രയാങ്കിള്, അപ്പൊ അതിനെ ചുറ്റി വസുകോണം. വസുകോണം എന്ന് പറഞ്ഞാൽ 8 ത്രികോണങ്ങൾ, ഇതിനാണ് അഷ്ടവസുക്കൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അന്തർദശാരം എന്ന് പറയുന്ന ത്രികോണങ്ങള്, പിന്നെ ബഹിർദശാരം എന്ന് പറയുന്ന 10 ത്രികോണങ്ങള്, പിന്നെ മന്വശ്രം എന്ന 14 ത്രികോണങ്ങൾ, 14 മനുക്കള് ധരിക്കുന്ന മന്വന്തരങ്ങള്,
ഒരു ബ്രഹ്മാവിന്റെ കൽപ്പകാലത്ത് 14 മനുക്കളാണ് ഭരിക്കുന്നതെന്ന് പറയണു. അപ്പൊ ത്രികോണങ്ങൾ കഴിഞ്ഞാൽ പിന്നെ പത്മങ്ങള്, 8 പത്മങ്ങള്, നാഗദളമുള്ള ഒരു സർക്കിള്, നഗ എന്ന് പറഞ്ഞാൽ ആന എന്ന അർത്ഥമുണ്ട്. അപ്പൊ അഷ്ടഗജങ്ങളാണ് ഈ ഭൂമിയെ താങ്ങി നിർത്തുന്നതെന്ന് ചിന്തിക്കുകയാണ് ഇതിലൂടെ. അതിന് വെളിയില് 16 പത്മങ്ങൾ ചേർന്ന ഷോഡശാരം. അതിന് വെളിയില് ആ 3 വലയങ്ങള്, ഇതിനെയാണ് നമ്മൾ ത്രിവലയങ്ങൾ എന്ന് പറയുന്നത്. അതിന്റെ വെളിയിൽ ഒരു സ്ക്വയർ, അതിനെ ഭൂപുരം എന്ന് പറയുന്നു. അവിടെ തുടങ്ങി ദേവിയെ കാണാൻ ഒരു ജീവൻ ബിന്ദുസ്ഥാനത്തേക്ക് എത്തിച്ചേരണം. അപ്പൊ ഈ യാത്ര ചെയ്യാൻ, ആ ഒരു യാത്ര ചെയ്യാൻ നമ്മൾ ഒരു ജീവന്റെ യാത്രയ്ക്ക് ഉതകുന്ന കർമ്മങ്ങൾ ചെയ്യലാണ് നമ്മൾ ശ്രീചക്ര പൂജ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ നവ ആവരണ പൂജ. അപ്പൊ ഇവിടെ എത്തിച്ചേരുന്നതിന് മുമ്പ് ലളിതാ പരമേശ്വരിയായിരിക്കുന്ന രാജരാജേശ്വരി ആരാണ് എന്ന് നമുക്ക് നോക്കണം, അല്ലേ? അംബികയുടെ ആ ഒരു പെരുമകൾ, അതായത് ദേവി ആരാണ്, അമ്മയുടെ കീർത്തി, അമ്മ എങ്ങനെയാണ് അറിയപ്പെടുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ആ ഒരു എന്താ പറയാ വശിന്യാദി വാഗ്ദേവതകള് ആ ലളിതാ പരമേശ്വരിയുടെ പൂർണ്ണ ചരിത്രമായിട്ട് ലളിതാ സഹസ്രനാമത്തിൽ വർണ്ണിക്കുന്നത്. ഇപ്പൊ വാക്ക് അക്ഷരങ്ങളുടെ അധിപതികളാണ് ദേവതകൾ, വാഗ്ദേവതകള്. അമ്മയുടെ അടുത്ത് അമ്മയെ ചുറ്റിയിരിക്കുന്ന ഈ എന്താ പറയാ ഈ ദേവതകൾ എഴുതിയതാണ് ഈ 1000 നാമങ്ങള്. അത് തുടങ്ങുന്നത് തന്നെ നമുക്കറിയാം ശ്രീമാത, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി എന്ന് പറഞ്ഞിട്ടാണ്, അല്ലെ? അപ്പൊ 999 നാമങ്ങളിലൂടെ അവസാനം ശിവശക്തി ഐക്യ രൂപിണി എന്ന് പറഞ്ഞ് 999 നാമം എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് ആരുടെ സിഗ്നേച്ചറാ വരുന്നത്? സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരി ഒപ്പിടുകയാണ് അവിടെ. എന്താണ്? ലളിതാംബിക. അമ്മയുടെ പൂർണ്ണ സിഗ്നേച്ചർ ഉള്ള, നമുക്ക് ഏത് പ്രമാണവും വിലയുള്ളത് എങ്ങനെയാ? നമ്മുടെ സിഗ്നേച്ചർ ഇടുകയാണ്, അല്ലേ? അവിടെ നമ്മുടേതെന്ന് അറിയുന്നത് അവനവന്റെ ഒപ്പിടുക എന്ന് പറയും. ഈ 999 നാമങ്ങള് വശന്യാദി വാഗ്ദേവതകൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ദേവി ഒപ്പിട്ടിരിക്കുകയാണ് ലളിതാംബിക. ഇതിൽ കൂടുതൽ ഒരു ജീവന് അമ്മയുടെ സത്യമായിട്ടുള്ള രീതിയിൽ, കാരണം അമ്മ ഒപ്പിടുക എന്ന് പറഞ്ഞാൽ എന്താ? സത്യമാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്ന എന്താണ് എന്ന് 1000 നാമങ്ങളില് നമ്മൾ അറിയുമ്പോൾ ഇതെല്ലാം സത്യമാണ്, ഇത് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള അമ്മയുടെ ഒപ്പ് അവിടെ വരികയാണ്. അപ്പൊ ആദ്യത്തെ 3 നാമങ്ങളിൽ നമ്മൾ ശ്രീമാത, അമ്മയാണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നത്, അല്ലേ? സൃഷ്ടികർत्री, അമ്മ, മഹാരാജ്ഞി, ഒരു മഹാരാജ്യത്തിന്റെ മഹാറാണിയായിട്ടിരിക്കുന്നവൾ. അപ്പൊ ആ ഒരു പവർ, ഇപ്പൊ എല്ലാറ്റിനെയും വെച്ച് ആ ഒരു എന്താ പറയാ ചെയ്യുന്ന ജോലി തന്റെ രാജ്യത്തെ രക്ഷിക്കുക എന്നതാണ്, പരിപാലിക്കുന്നു. അപ്പൊ സ്ഥിതി, കാക്കുന്നു എന്നർത്ഥം. ഇപ്പൊ ശ്രീമത് സിംഹാസനേശ്വരി എന്ന് പറഞ്ഞാല് ആ ഒരു സിംഹത്തിന് പുറത്തിരിക്കുന്നവൾ എന്നെടുക്കാം. സിംഹാസനേശ്വരി തിരിച്ചിട്ടാല് ഹിംസാനേശ്വരി എന്ന് വരും. ഉണ്ടാക്കിയതിനെ എല്ലാം ഇല്ലാതാക്കുന്നവൾ എന്നർത്ഥം എടുക്കാം. അപ്പൊ സൃഷ്ടി, സ്ഥിതി, സംഹാരം മൂന്നും ചെയ്യുന്നവൾ. ഇതിനെ 4 മുതൽ 999 വരെ മായ, തിരോധാനം, അത് കഴിഞ്ഞ് 999 നാമം അനുഗ്രഹം. ഇങ്ങനെ ദേവിയുടെ ഈ പ്രപഞ്ചത്തിലെ 5 തൊഴിലുകളെയും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പഞ്ചകൃത്യപരായണ. ഇതിൽ ദേവിയുടെ സഹസ്രനാമം ലളിതാ പരമേശ്വരി എങ്ങനെയാണ് ആവിർഭൂതയായത് എന്ന് തുടക്കത്തില് പറയുന്നുണ്ട്. ചിതഗ്നി കുണ്ട സംഭൂത എന്ന് പറഞ്ഞു. അമ്മ എങ്ങനെ ഇരിക്കുന്നു? ആ ഉദ്യദ്ഭാനു സഹസ്രാഭ എന്ന് പറഞ്ഞു. ഉദയസൂര്യൻ 1000 ഉദയസൂര്യന്മാർ ഉദിച്ചതുപോലെയുള്ള പ്രകാശത്തോടുകൂടി ചതുർബാഹു സമന്വിത, ദേവകാര്യ സമന്വിത, ദേവന്മാരുടെ കാര്യങ്ങൾ സാധിക്കാൻ 4 കൈകളോടെ അമ്മ ആവിർഭവിച്ചു വന്നു. അപ്പൊ 4 കൈകളിൽ 4 സാധനങ്ങൾ വെച്ചിരുന്നു. ഒന്നിലെ പാശം, രാഗസ്വരൂപ പാശാഠ്യ, ഒരു കൈയിൽ അങ്കുശം, ഒരു കൈയിൽ ഇക്ഷുകോദണ്ഡം, മനസ്സാകുന്ന കോദണ്ഡം, മനോരൂപേക്ഷു കോദണ്ഡം എന്ന പ്രത്യേക ഒരു വില്ലിനെയാണ് അമ്മ കൈ വെച്ചിരിക്കുന്നത്, അല്ലെ? മറ്റേ കൈയിലോ 5 പുഷ്പബാണങ്ങള്. ഇതാണ് അമ്മയുടെ ലളിതാ ത്രിപുര സുന്ദരിയുടെ ആ ഒരു രൂപം. കയ്യിൽ വെച്ചിരിക്കുന്ന പുഷ്പങ്ങള് സാധാരണ പുഷ്പങ്ങളല്ല, പഞ്ചതന്മാത്ര സായക. അപ്പൊ 5 തന്മാത്രകളാകുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച 5 തന്മാത്രകളെ 5 പൂക്കളായിട്ട് ദേവി കൈ വെച്ചിരിക്കുന്നു. അപ്പൊ തന്നെ ഈ പ്രപഞ്ചം എവിടെ നിന്ന് വന്നു എന്ന് നമുക്കറിയാം, ഇല്ലേ? അങ്ങനെ ദേവിയുടെ ബാഹ്യവർണ്ണന, അമ്മയുടെ തലമുടിയില് ചെമ്പകാശോക പുന്നാക പുഷ്പങ്ങള്, നെറ്റിയില് കസ്തൂരി തിലകം, ചന്ദ്രനെ പോലെ വളഞ്ഞ നെറ്റിയിലെ അളകങ്ങള്, ചലിക്കുന്ന കണ്ണുകള്, മുഖമാകുന്ന ചന്ദ്രബിംബത്തിൽ ഒഴുകുന്ന ജലം പോലെ ആ കണ്ണിൽ ചലിക്കുന്ന 2 മീനുകളെ പോലെയുള്ള കൃഷ്ണമണികള്, ഇങ്ങനെ ദേവിയുടെ അതിമനോഹരമായിരിക്കുന്ന ശരീരത്തിന്റെ ബാഹ്യവർണ്ണന അത് വശന്യാദി ദേവതകളെ കൊണ്ടുപോലും ചെയ്യാൻ സാധ്യമല്ല. എങ്കിലും അമ്മയെ കണ്ടവർ എന്നുള്ള നിലയ്ക്ക് അവരെ കൊണ്ട് പറ്റുന്ന പോലെ, വാക്കുകൾക്ക് പരിമിതികളുണ്ടല്ലേ, അപ്പൊ ആ വാക്ക് ഒതുങ്ങുന്ന പരിമിതിയിലാണ് അവരിത് വർണ്ണിച്ചിരിക്കുന്നത്. ദേവിക്ക് ഒരു ദൃശ്യമായ വസ്തുവിനോട് ഒരിക്കലും ദേവിയെ ഉപമിക്കാൻ സാധ്യമല്ല.
അതിന് കമ്പാരിസൺ ഇല്ല. കാരണം അനാകലിത സാദൃശ്യ ചിബുകശ്രീ വിരാജിത എന്ന് പറയുന്നുണ്ട്. ഈ നാമങ്ങൾ കഴിഞ്ഞ് ദേവി എവിടെയാണ് ഇരിക്കുന്നത്? ഒരു പെൺ സിംഹത്തെ പോലെ നടക്കുന്ന ദേവി മഹാലാവണ്യ ശേവതി ഇരിക്കുന്നത് ശ്രീനഗരത്തിലാണ്. സുമേരു മധ്യ ശൃംഗസ്ഥ ശ്രീമൻ നഗര നായിക ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസന സ്ഥിത മഹാപത്മാടവി സംസ്ഥ കദംബവനവാസിനി സുധാസാഗര മധ്യസ്ഥ കാമാക്ഷി കാമദായിനി. ഇതുവരെ അമ്മയുടെ ബാഹ്യ വർണ്ണന നല്ല ഭംഗിയായിട്ട് വിശന്യാദികൾ പറയുന്നുണ്ട്. അമ്മ എവിടെ നിന്ന് വന്നു, എങ്ങനെ ഇരിക്കും, എന്തിനാണ് വന്നത്, എവിടെയാണ് ഇരിക്കുന്നത്, ഇവിടെ എത്തി അല്ലേ നമ്മള്. അമ്മ തന്നെയാണ് കാമാക്ഷി കാമദായിനി പഞ്ചപ്രേത ബ്രഹ്മാസന സ്ഥിത. എല്ലാം ഒരു വലിയ താമരക്കാട്, അതിലൊരു കദംബവനം, അതിന്റെ മധ്യത്തില് ശ്രീമൻ നഗരത്തിലെ ചിന്താമണി കൊണ്ട് നിർമ്മിച്ച ഒരു ഗൃഹത്തില് അമ്മ വസിക്കുന്നു. അമ്മയുടെ ഭവനത്തിന്റെ വിശേഷമായ പേരെന്താ? ചിന്താമണി ഗൃഹം അല്ലെ. അതില് ഇതിന്റെ ആ ഒരു വൈശിഷ്യം ഇവിടെയാണ് കാണുന്നത്. തന്റെ എല്ലാ മക്കൾക്കും വേണ്ടി ദേവി എങ്ങനെയാണ് അനുഗ്രഹങ്ങൾ കൊടുക്കുന്നതെന്ന് സൗന്ദര്യ ലഹരിയിൽ ആചാര്യസ്വാമികൾ പറയുന്നുണ്ട്. മനുഷ്യരിലും മൂന്ന് വിധത്തിലാണ് എന്താ പറയാ ആ ഒരു ആളുകളെ നമ്മൾ കാണുന്നത്. 3 വിഭാഗങ്ങൾ അല്ലെ. സാധാരണയായിട്ട് പണക്കാര്, പണമില്ലാത്തവര്, പഠിച്ചവര്, പഠിക്കാത്തവര് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഭഗവത് പാദർ ആദ്യം പറയുന്ന ഗ്രൂപ്പ് അവിദ്യാനാം, വിദ്യ ഇല്ലാത്തവർ. അതുകൊണ്ട് നമ്മൾ എന്താണ് വിദ്യ എന്ന് നമ്മൾ അറിയണം. എന്നാലേ വിദ്യ ഉള്ളവരും വിദ്യ ഇല്ലാത്തവനും ആരാണെന്ന് നമുക്ക് അറിയാൻ പറ്റൂ. അവർക്ക് അന്തസ്തിമിര മിഹിര ദ്വീപനഗരി. ഇപ്പൊ വിദ്യ ഇല്ലാത്തവരുടെ അന്തസ്തിമിരം എന്ന് പറഞ്ഞാല് ഉള്ളിലെ ഇരുട്ട് എന്ന അവിദ്യയെ ഇല്ലാതാക്കുന്ന ജ്ഞാന വെളിച്ചമായിട്ടിരിക്കുന്നു അമ്മ. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പോ ജഡാനാം. ജഡങ്ങൾക്ക് എന്താണ്? ചൈതന്യ സ്ഥാപക ശ്രുതിഞ്ചരി. മൂന്നാമത്തെ ഗ്രൂപ്പ് ദരിദ്രാണാം. അവര് ദാരിദ്ര്യമുള്ളവർ മാത്രമല്ല, എപ്പോഴും ഇല്ല 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 എന്ന് പറയുന്നവര്. ദാരിദ്ര്യമുള്ളവർ അങ്ങനെ എപ്പോഴും ഇല്ല എന്ന് പറയാറില്ല അല്ലെ. ഈ ഒരുപാടുള്ളവര് എപ്പോഴും എന്താ പറയാ? എനിക്കൊന്നുമില്ല. അവര് അവർക്കായിട്ട് ദേവി എന്താണ്? ചിന്താമണി ഗുണനിക. ചിന്താമണി ഒരു രത്നമാണ്. അതിന്റെ മുന്നിൽ നിന്ന് എന്ത് ചോദിച്ചാലും കൊടുക്കുന്നു പറയണു. തിരുവാരൂർ എന്ന് പറയുന്ന സ്ഥലത്തെ കമലാംബിക എന്ന് പറയുന്ന ദേവി, ആ ദേവിയുടെ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്ന ചിന്താമണി രത്നം കൊണ്ടാണെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് അവിടെ ചെന്ന് എന്ത് പ്രാർത്ഥിച്ചാലും നമുക്ക് നടക്കും. കാരണം കമലാംബിക നമുക്കറിയാം, നവാവരണ സ്തോകൃതികളൊക്കെ അവിടെ വെച്ച് എഴുതിയിട്ടുണ്ട്. ഈ ഒരു ചിന്താമണി രത്നം എന്താ പറയുക, എന്ത് ചോദിച്ചാലും കൊടുക്കുന്ന ചിന്താമണി രത്നം ദേവി, അതാണ് അവർക്ക്. അപ്പൊ ദേവിയാണെങ്കിലോ ചിന്താമണി ഗുണനിക, ചോദിക്കുന്നതെല്ലാം കൊടുക്കുന്നവളായിരിക്കുന്നു. അപ്പൊ ദേവിയുടെ ആ ഒരു ഭവനമേ ചിന്താമണി ഗൃഹം അല്ലെ. സുധാ സിന്ധുവിന്റെ മധ്യത്തില് കാമാക്ഷിയായിട്ട് കാമദായിനിയായിട്ട് സദാ വസിക്കുന്നു. കാമങ്ങളെല്ലാം തന്റെ ഭക്തർക്ക് ആ കണ്ണിന്റെ നോട്ടത്തിലൂടെ തന്നെ നടത്തി കൊടുക്കുന്ന കാമാക്ഷിയായിട്ടിരിക്കുന്നു ലളിതാംബിക, രാജരാജേശ്വരി, കാമാക്ഷി, ത്രിപുരസുന്ദരി. ഈ പേരുകളെല്ലാം അമ്മയുടെ തന്നെയാണ്. ഇതെല്ലാം ഒന്നാണ്. ഇത് കാണിച്ചു തരികയാണ് അമ്മ. ഇപ്പൊ സാധാരണ അമ്പാൾ എന്ന് പറഞ്ഞാൽ അത് പാർവതി ദേവിയാണ്, പരമേശ്വരിയായിട്ടിരിക്കുന്നവൾ, മലമകൾ. ആ മലയധ്വജ പാണ്ഡ്യന്റെ പുത്രിയായിരിക്കുന്ന മീനാക്ഷി, ഹിമവാന്റെ മകൾ ഹൈമവതി, ഇവയെല്ലാം തന്നെ ദേവിയെ നമുക്ക് പച്ച നിറത്തിലാണ് കാണപ്പെടുന്നത്. ഇപ്പൊ വിഷ്ണു സഹോദരി, വിഷ്ണുവിന്റെ അതേ നിറം. എന്നാല് കാമാക്ഷി, ത്രിപുരസുന്ദരി, ലളിതാംബിക ഇതെല്ലാം തന്നെ ദേവി ചുവന്ന നിറത്തിലാണ് കാണുന്നത്. രാജരാജേശ്വരിയും അങ്ങനെയാണ്. ഈ 4 പേരും ഒരേ രൂപത്തിലാണ് ഇരിക്കണമെന്ന് നമ്മൾ മറന്നു പോവല്ല. കാരണം 4 പേർക്ക് 4 കൈകള്, അതില് പാശം, അങ്കുശം, കോദണ്ഡം, പുഷ്പബാണങ്ങള് എല്ലാം 4 പേർക്കും ഒരുപോലെ തന്നെയാണ്. അഭിരാമി പട്ടരെ അഭിരാമി എന്ന് തുടങ്ങിയ ത്രിപുരസുന്ദരിയെ സംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്? അഭിരാമി എന്ന് വിളിച്ചിട്ടാണ് അല്ലെ. ത്രിപുരസുന്ദരിയാണ് വിളിക്കുന്നത് അമ്മയെ അഭിരാമി എന്ന്. ലളിതാംബിക, കാമാക്ഷി, രാജരാജേശ്വരി ഇതെല്ലാം ഒരേ ആളിന്റെ പേര് തന്നെയാണ്. ഇനി സഹസ്രനാമത്തില് ദേവിയെ സേവിക്കുന്നവരെ ആരൊക്കെയാണ് നോക്കാം. സമ്പത്കരി സമാരൂഢ സിന്ദൂര വ്രജ സേവിത അശ്വാരൂഢാധിഷ്ഠിതാശ കോടി കോടി പിരാവൃത. ആനപ്പട അതിനെ നയിച്ചുകൊണ്ട് രണകോലാഹലം എന്ന് പറയുന്ന ആനയുടെ മുകളിൽ സമ്പത്കരി ദേവി വരുന്നു. അടുത്തതായിട്ടോ അശ്വപ്പട വരുന്നു. അതിനെ നയിച്ചുകൊണ്ട് അപരാജിത എന്ന തോൽവി അറിയാത്ത കുതിരപ്പുറത്ത് അശ്വാരൂഢ ദേവി വരുന്നു. ഇത്രയും സേനകൾ വരുന്നത് ദേവി ഏതോ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടിട്ടുണ്ടോ എന്നർത്ഥം. ഇനി 2 പേരും കൂടി വരുന്നുണ്ട്. വലിയ സൈന്യവുമായിട്ട് ഗേയചക്ര രഥാരൂഢയായിട്ട് മന്ത്രിണി പരിസേവിത. മന്ത്രിണി ഗേയചക്രത്തിൽ വരണു. കിരിചക്ര രഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത.
അപ്പൊ ദണ്ഡനാഥയായിരിക്കുന്ന വാരാഹി ദേവി പ്രകാശത്തിന്റെ ചക്രത്തില് കിരിചക്രത്തിൽ എഴുന്നള്ളി. കിരി എന്ന് പറഞ്ഞാൽ വരാഹം എന്നാണ് അതിന്റെ അർത്ഥം. ഇനി രണ്ടുപേരുടെയും മധ്യത്തിലാണ് ദേവിയുടെ ശ്രീചക്ര രഥം, അല്ലെ? ആ ഒരു ചക്രരാജരഥം എന്ന് 9 നിലകളുള്ള രഥത്തില് സാക്ഷാൽ ലളിതാദേവിയും തയ്യാറാകുന്നു. ഇതിനർത്ഥം എന്താണ് നമ്മൾ അറിയേണ്ടത്? എന്തോ ഒരു വലിയ പ്രശ്നം നടക്കാൻ പോകുന്നു, അല്ലെ? ഒരു യുദ്ധം നടക്കാൻ പോകുന്നു എന്ന്. അതിന്റെ തുടക്കമാണ് ഇതെല്ലാം. എന്തിനാ ഈ പടകളെല്ലാം വരുന്നത്? സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. ദേവിയുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിനും ദേവിയുടെ എന്താ പറയാ അവിടുത്തെ ആളുകളുടെ സ്വത്തിനും എന്താ പറയാ ജനത്തിനും ജീവനും ഒക്കെ സംരക്ഷണം കൊടുക്കാനാണ് യുദ്ധം വരുന്നത്, അല്ലേ? അപ്പൊ അവിടെ ആരാണോ ഭരണാധികാരി അവര് ഭരിക്കും. അവർക്ക് താഴെയുള്ള മന്ത്രിമാര് ആ രാജാവിനെ സഹായിക്കും. ഇവിടെ രാജ്ഞിയായിരിക്കുന്ന ലളിതാ ത്രിപുര സുന്ദരിയെ സഹായിക്കാനായിട്ട് ഇവരെല്ലാം എത്തിച്ചേർന്നു. ഇവിടെയാണ് എന്തിനാണ് ദേവി അവതാരമെടുത്തത് എന്ന്, ഏത് യുദ്ധത്തിനാണ് ദേവി തന്റെ ശ്രീചക്ര രഥത്തിൽ ആരൂഢയായിട്ട് യാത്ര പുറപ്പെടുന്നത്, എന്തിനാണ് ദേവിയെ നവാഭരണത്തിൽ പൂജിക്കുന്നത്, ഇതിനുള്ള കാരണം എന്താണ്, ഇതൊക്കെ നമ്മൾ അറിയണം. കാരണം ഇതിന്റെ കഥ തുടങ്ങുന്നത് ശ്രീ പരമശിവന്റെ 3-ാം തൃക്കണ്ണിലെ അഗ്നിയില് എരിഞ്ഞു ചാമ്പലായ കാമദേവനിൽ നിന്ന് തുടങ്ങുകയാണ്, അല്ലെ? നമ്മൾ ആദ്യം ഇതിന്റെ നാമങ്ങളിൽ കേട്ടു. അപ്പൊ ഹിമവത് സാനുവില് തപസ് ചെയ്തിരുന്ന ശിവഭഗവാന്റെ മനസ്സിൽ ഇളക്കാനായിട്ട് ദേവന്മാരെല്ലാവരും കൂടെ ചേർന്ന് മന്മഥനെ അയച്ചുവെന്നും, കണ്ണു തുറന്നു കാമൻ എന്തായി? കോപാഗ്നിയിൽ എരിഞ്ഞ് ചാമ്പലായി. ആ ചാമ്പല് കുന്നുകൂടി കിടക്കുകയാണ്. അതിനെ ശിവഗണങ്ങളിൽ ഒരാളായ ചിത്രസേനൻ ഇല്ലെങ്കിൽ ചിത്രകർമാവ് കണ്ടു. അതിനെ കുറച്ച് ജലമൊഴിച്ച് പ്രതിമയുണ്ടാക്കി കളിച്ചുവെന്നും, കണ്ണും മൂക്കും കൈയും കാലും ഒക്കെ വെച്ച് നല്ലൊരു പ്രതിമയായിട്ട് സാക്ഷാൽ ശിവഭഗവാനെ കൊണ്ടുവന്ന് കാണിച്ചു. ചിത്രത്തെ ഉണ്ടാക്കിയവൻ ചിത്രകർമ്മൻ, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഗണപതി എന്നും പറയാറുണ്ടത്. ഈ സുന്ദരമായിരിക്കുന്ന പ്രതിമയെ ശിവഭഗവാൻ കയ്യിൽ വാങ്ങി നോക്കി. ചിത്രകർമ്മൻ പറഞ്ഞു, നല്ല ബൊമ്മ, ഇതിന് ജീവൻ കൊടുക്കണം സ്വാമി എന്ന്. ഇത് കേട്ട് ശിവൻ തന്റെ ഭൂതഗണത്തിന്റെ ആഗ്രഹം നിറവേറ്റി പ്രാണൻ കൊടുത്തു എന്ന് കഥ. അപ്പൊ ബൊമ്മ എന്തായി? ബൊമ്മ അനങ്ങി തുടങ്ങി, ജീവൻ വെച്ചു. ഭഗവാൻ ശിവനാണ് എല്ലാവർക്കും ജീവൻ കൊടുക്കുന്നത്, എല്ലാവരുടെയും ജീവനായിട്ടിരിക്കുന്നത്, അല്ലെ? ചുറ്റും കൂടി നിന്നവര് ഭണ്ഡ ഭണ്ഡ എന്ന് ആർത്തു വിളിച്ചു. ഭണ്ഡ എന്ന് പറഞ്ഞാൽ നല്ലത് എന്നർത്ഥം. അവന്റെ പേര് ഭണ്ഡൻ എന്നായി. ഈ കുട്ടിയും തിരുകൈലാസത്തിലെ ഒരു കുട്ടിയായി വളർന്നു വന്നു. ചിത്രകർമ്മന്റെ മകനെ പോലെ വളർന്നു. രുദ്രഹോമങ്ങള് യാഗങ്ങളൊക്കെ അവൻ ചെയ്യാൻ തുടങ്ങി. നിറയെ മന്ത്രങ്ങൾ പഠിച്ചു. ശിവനെ നോക്കി തപസ് ചെയ്തു. ഇതിന് പാരിതോഷികമായിട്ട് ശിവഭഗവാൻ അവന് പല വരങ്ങളും കൊടുത്തു. ഒരു വരം വാങ്ങുമ്പോഴാണ് ഒരാൾ നല്ലവനാണോ മോശപ്പെട്ടവാണോ എന്ന് നമ്മൾ അറിയുന്നത്. വരം കിട്ടുന്നത് വരെ കിട്ടുമോ എന്നുള്ള സംശയം ഉണ്ടാകും. ഒരു ഉയർന്ന ആള് തപസ് ചെയ്ത് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ചോദിച്ചത് എന്താണ്? താൻ എന്നും എന്താ പറയാ ധർമ്മവാനായിരിക്കണം എന്നായിരുന്നു. പക്ഷെ ആ ആളുടെ പേരാണ് കുബേരൻ. എന്നാൽ ഭണ്ഡൻ ചോദിച്ചത് എന്താണ്? 60,000 വർഷം ജീവിക്കണം, മാത്രമല്ല തന്നെ എതിരിടുന്നവരുടെ പകുതി ബലം തനിക്ക് കിട്ടണമെന്നായിരുന്നു. അപ്പൊ ദേവി ചിന്താമണി ഗുണനികയാണ്. എന്ത് ചോദിച്ചാലും തരും. പക്ഷെ എങ്ങനെ എന്ത് ചോദിക്കണമെന്ന് നമ്മൾ അറിയണം. അപ്പൊ ഭണ്ഡൻ ചോദിച്ചതെല്ലാം ഭഗവാൻ കൊടുത്തു. ഭണ്ഡൻ 60,000 വർഷം ഈ കാണുന്ന അണ്ടങ്ങളെ എല്ലാം ഭരിക്കാം. എതിരിൽ വരുന്നവരുടെ പകുതി ശക്തിയും ചേർത്ത് ഭണ്ഡന് അത് കിട്ടും. അങ്ങനെ ഭണ്ഡൻ എന്തായി തീർന്നു? അതീവ ബലവാനായിട്ട് തീർന്നു. ബലം അധികമായാൽ ഉടൻ തന്നെ മറ്റുള്ളവരെ ഭരിക്കാൻ തോന്നും, ഇല്ലേ? അതൊരു സാമാന്യ തത്വമാണ്. ഭണ്ഡൻ ഭണ്ഡാസുരനായിട്ട് മാറി. അങ്ങനെ എന്താ പറയാ ആ ഒരു ഇന്നത്തെ മനുഷ്യരും എല്ലാവരും നമ്മൾ സോക്കോൾഡ് സിവിലൈസ്ഡ് എന്നൊക്കെ പറയും. ഇത് തന്നെയാണ് ചെയ്യുന്നത്, അല്ലേ? അധികാരം കിട്ടിക്കഴിഞ്ഞാല് അവർക്ക് പിന്നെ എന്താണ് ചെയ്യണമെന്ന് അവരറിയുന്നില്ല. എത്ര ഉണ്ടെങ്കിലും തന്നെക്കാൾ ബലം കുറഞ്ഞവരുടെ എല്ലാം പതിയെ പതിയെ തട്ടിയെടുക്കാൻ ശ്രമിക്കും, അല്ലേ? എത്രയുള്ള രാജാക്കന്മാരും അന്യരാജ്യങ്ങളെ എന്തിനാണ് ആക്രമിച്ച് തങ്ങളിലേക്ക് ചേർക്കുന്നത്? ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ്. ബലത്തില് ഉള്ള അഹങ്കാരം. എപ്പോഴും ബലമില്ലാത്തവരെയാണ് ബലമുള്ളവർ കീഴടക്കുന്നത്, അല്ലേ? സിംഹത്തിന്റെ മടയിൽ ആരും ആക്രമിക്കാറില്ല, ഭയം കൊണ്ട്. നമുക്ക് കിട്ടിയ ബലം അനുഗ്രഹം കൊണ്ട് എപ്പോഴും മറ്റുള്ളവരെ ദ്രോഹിക്കാൻ തുടങ്ങുമ്പോൾ അത് ആസുരീക ഭാവമായിട്ട് തീരും. അവനെയാണ് നമ്മൾ അസുരൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഭണ്ഡാസുരൻ അവന്റെ യഥാർത്ഥ സ്വഭാവത്തോടെ ഇത്രയും കാലം കൈലാസത്ത് കഴിഞ്ഞിട്ടും മറ്റുള്ളവരെ കീഴടക്കാൻ പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ, കൈലാസം എന്ന് പറഞ്ഞാൽ എന്താ? മായയില്ലാത്ത സ്ഥലം, അല്ലെ? അവിടെ ജീവിച്ച ഭണ്ഡാസുരന് വരങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോ അവൻ എന്ത് ചെയ്തു? മറ്റുള്ളവരെ കീഴടക്കാൻ പുറപ്പെട്ടു. ശുക്രാചാര്യർക്ക് സന്തോഷമായി. കാരണം കുലഗുരുവായിട്ട് കൂടുതൽ മന്ത്രങ്ങൾ നൽകി. മാത്രമല്ല ആ മന്ത്രബലത്തിൽ തന്റെ ഇടതു തോളിൽ നിന്ന് വിശുക്രനെ ഉണ്ടാക്കി, വലതു തോളിൽ നിന്ന് വിഷങ്കനെ ഉണ്ടാക്കി, ധൂമിനി എന്ന സ്ത്രീയെയും ഉണ്ടാക്കി. ആ ഒരു സഹോദരന്മാര് എല്ലാം ഒരുമിച്ച് നിന്നു.
ഭണ്ഡൻ ശുക്രാചാര്യരുടെ കൂടെ തനിക്കൊരു പ്രത്യേക രാജധാനി വേണമെന്ന് പറഞ്ഞു. ദേവന്മാരെ ഓടിച്ചു. വേണമെങ്കിൽ ദേവലോകം എടുക്കാം, സ്വർഗം എടുക്കാം. പക്ഷെ ഭണ്ഡാസുരൻ പറഞ്ഞു അതൊക്കെ നിസ്സാരമാണ്. എനിക്ക് ആ വലിയ രാജ്യം തന്നെ വേണം. ഒരു പ്രത്യേക രാജ്യം എനിക്ക് വേണം. അങ്ങനെ ശുക്രാചാര്യര് മയനെ വിട്ട് അതിഗംഭീരമായിരിക്കുന്ന ഒരു രാജധാനി ഉണ്ടാക്കി ശോണിതപുരം എന്ന് പേരുവിട്ടു. അപ്പൊ സ്വർണത്തിൽ ഉണ്ടാക്കിയ ശോണിതപുരത്തിന്റെ തലസ്ഥാന നഗരത്തിന്റെ പേര് ഭണ്ഡാസുരന്റെ ബുദ്ധിക്ക് സമാനമായിട്ടുള്ളതായിരുന്നു. എന്താണ് അതിന്റെ പേര്? ശൂന്യകം. ശൂന്യപുരം, ഒന്നുമില്ലാത്ത നഗരം. അപ്പൊ ഈ നഗരത്തില് തന്റെ സഹോദരങ്ങളെ ആ യുവരാജാവാക്കി ഭണ്ഡാസുരൻ ചക്രവർത്തിയായി എല്ലാവർക്കും എല്ലാ എല്ലാ നാടുകൾക്കും എല്ലാ ലോകങ്ങൾക്കും പ്രശ്നങ്ങൾ കൊടുത്തുകൊണ്ടേ ഇരുന്നു. ഇതിനിടയില് ഭണ്ഡൻ 4 സ്ത്രീകളെ വിവാഹം കഴിച്ചു എന്ന് പറയണു. സമ്മോഹിനി, സുന്ദരി, കുമുദിനി, ചിത്രാംഗി. ഭണ്ഡനെ പോലെ ബലവാന്മാര് തന്നെയായിരുന്നു സഹോദരന്മാരും. എവിടെ പോയും വഴക്കടിച്ച് നിരത്തണം എന്ന് പറഞ്ഞാൽ മതി, അവരത് ഭംഗിയായിട്ട് ചെയ്യും. അങ്ങനെ നാൾക്ക് നാള് ഭണ്ഡാസുരന്റെ ക്രൂരത വർദ്ധിച്ചു വന്നു. എന്ത് ചെയ്യുന്നുവെന്നോ എന്താ പറയാ, എന്താണ് ഇതിന്റെ ഭവിഷ്യത്തെന്നോ ചിന്തിക്കാതെ ഭണ്ഡാസുരൻ 3 ലോകങ്ങളുടെയും രാജാവായിട്ട് വാണു. ഒടുവിൽ എന്താ പറയാ, എല്ലാവരും കൂടി ദേവഗണങ്ങളും എന്താ പറയാ ഋഷിമുനിമാരെല്ലാരും കൂടി അവർ തീരുമാനിച്ചു പരാശക്തിയായിരിക്കുന്ന അംബികയെ ശരണാഗതി ചെയ്യണം. കാരണം ഭഗവാൻ കൊടുത്ത വരങ്ങളാണില്ലേ, ശിവഭഗവാന്റെ വരത്തിലാണ് അവൻ ഇത്രയും അഹങ്കരിക്കുന്നത്. ഭണ്ഡാ ആ ഭണ്ഡാസുരന്റെ കൊടുമകള് എങ്ങനെ എന്നാല്, ആ ഒരു രാവണൻ ദ്രോഹിച്ചത് ബ്രഹ്മാവിനെ വിളിച്ച് പഞ്ചാംഗം വായിക്കാൻ പറയും. ആ ഒരു എന്താ പറയാ വാമദേവനോട്, അതായത് ആ ഒരു വായുദേവനോട്, കാറ്റിനോട് വീശണ്ടാന്ന് പറയും. ഇതൊക്കെയാണ് രാവണൻ ചെയ്തതെങ്കിൽ ഭണ്ഡാസുരൻ നേരിട്ട് വഴക്കിന് പോകാതെ ആ ഒരു എന്താ പറയാ വേറൊരു ടെക്നിക്കിലൂടെയാണ് എല്ലാരെയും ഉപദ്രവിച്ചത്. എങ്ങനെയെന്ന് പറഞ്ഞാല് സൂക്ഷ്മ രൂപത്തില് കാറ്റ് വഴി എല്ലാവരുടെയും ഉള്ളിൽ പ്രവേശിച്ച് കാറ്റ് അവരുടെ ചിന്തകളെ എല്ലാം മാറ്റി അവരുടെ പ്രാണശക്തി ഇല്ലാതാക്കി തളർത്തി കിടത്തി. അങ്ങനെയാണ് ആ ഒരു ഭണ്ഡാസുരന്റെ ആ ഒരു ക്രൂരമായിട്ടുള്ള വിനോദം. ദേവന്മാരെ, ഋഷിമാരെ എല്ലാം തന്നെ യാഗങ്ങള്, ഹോമങ്ങള്, മന്ത്രങ്ങള് എല്ലാറ്റിനെയും മറന്നുപോയി. എല്ലാ നന്മകളെയും എല്ലാവരെയും വിട്ടകന്നു. ആ ഒരു ഓപ്പൺ ആയിട്ട് യുദ്ധമൊന്നുമില്ല, പുറത്തു നോക്കിയാൽ ഒന്നുമില്ല, രക്തച്ചൊരിച്ചിലില്ല. മന്ത്രങ്ങൾ മറന്നത് കാരണം ധർമ്മം നശിച്ചു. ദേവന്മാര്, യക്ഷന്മാര്, ഗന്ധർവന്മാരെല്ലാവരും ജീവശവങ്ങളെ പോലായി. ഇങ്ങനെ ആർക്കും തങ്ങളെ സഹായിക്കാനില്ല എന്ന് മനസ്സിലായി ദേവിയുടെ അടുത്ത് സഹായത്തിന്റെ അപേക്ഷയുമായിട്ട് എല്ലാവരും കൂടി എത്തിച്ചേർന്നു. അവർ ദേവിയോട് പറഞ്ഞു, അമ്മ എന്താണെന്നറിയില്ല, അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കണമെന്ന് പോലും തോന്നുന്നില്ല, തളർന്ന് ഒരു കാര്യം ചെയ്യാൻ അറിയുന്നില്ല. ദേവിക്ക് ചെറിയ വിഷമം തോന്നി ഉള്ളില്. ഭണ്ഡാസുരൻ ആ ഒരു ചെല്ലാത്ത ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തു. അവിടെ തപസ് ചെയ്യാൻ പറഞ്ഞു. സമയമാകുമ്പോൾ എത്താമെന്ന് അമ്മ അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ഹിമാലയത്തിന്റെ താഴ്വരയിലെ ദേവന്മാര് ദേവി പറഞ്ഞതനുസരിച്ച് എത്തി തപസ് തുടങ്ങി. പതുക്കെ പതുക്കെ ഭണ്ഡൻ ആ ഒരു ഇല്ലാതാക്കിയ ആ ധർമ്മം പുനഃസ്ഥാപിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞു. പക്ഷേ ദേവി വന്നില്ല. ഭണ്ഡാസുരൻ എവിടെയോ നന്നായിട്ടിരിക്കുന്നു. ആ ഒരു തപസ് തുടരുമ്പോഴെല്ലാം തന്നെ അവർക്ക് തളർച്ചയാണ്. ഇനി എന്ത് ചെയ്യും? ഇവരുടെ യാഗം, അതായത് ആ യജമാനൻ സാക്ഷാൽ പരമശിവനായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും രസം. അദ്ദേഹം ഒരു വഴി പറഞ്ഞു ബ്രഹ്മാവിനോട്. ഇവർ തപസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ടാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചു. കാരണം യാഗാഗ്നിയിൽ ഇടാൻ അവരുടെ കയ്യിൽ ഒന്നുമില്ല, എല്ലാം ഭണ്ഡന്റെ കയ്യിലാണ്. ഹവിസ് ഇടാതെയാണ് യാഗം എങ്ങനെയാണ് പൂർണ്ണമാകുന്നത്? ഇപ്പൊ ബ്രഹ്മാവ് സൃഷ്ടികർത്താവായതുകൊണ്ട് ശരീരത്തെ കുറിച്ച് അറിയാം. അദ്ദേഹം ചെന്ന് തപസ് ചെയ്യുന്നവരോട് അവർക്കാകെയുള്ള ശരീരത്തെ ഹോമാഗ്നിയിൽ ഇടാൻ ആവശ്യപ്പെടുന്നു. എല്ലാവരും ശരീരം ഹോമിച്ചു, പക്ഷെ ദേവി വന്നില്ല. ശിവഭഗവാൻ ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, ശരീരമിട്ടാല് ആഹൂതിയാവില്ല, തങ്ങളുടെ അഹംഭാവം, ആണവം എല്ലാം ഹോമിക്കണം. അവർ അതും ഇട്ടപ്പോൾ യാഗാഗ്നിയിൽ നിന്ന് തങ്കത്താമ്പാളം വന്നു. അതിൽ അതീവ മനോഹരിയായിരിക്കുന്ന 16 വയസ്സുള്ള ലളിതാംബികാദേവി ആവിർഭൂതയായി. ഇപ്പൊ ചിദഗ്നികുണ്ട സംഭൂത, ദേവകാര്യ സമുദ്യത. ഇപ്പൊ ദേവകാര്യം എന്നാൽ എന്താ? ദേവന്മാരുടെ കാര്യമെന്നല്ല. ആരാണ് ദേവന്മാരെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദേവലോകത്തിൽ ഇരിക്കുന്ന 33 ദേവകളാണ് ദേവന്മാരെന്ന് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നു. ദേവന്മാർ 33 അസുരന്മാര് 66,000 കോടിയാണ്. ഇത് സ്കന്ദപുരാണം പറയുന്നതാണ്. അപ്പോ മനുഷ്യൻ, ദേവൻ, അസുരൻ ഇങ്ങനെയുള്ള 3 വിഭാഗങ്ങൾ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. എങ്ങനെയാണ് ഇങ്ങനെ ആ ഒരു ജനറ്റിക് ആ ഒരു ഹെറിറ്റേജ് വന്നത്, ഇല്ലെങ്കിൽ ലീനിയേജ് വന്നതെന്ന് ചോദിച്ചാല് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകമായിട്ട് അങ്ങനെ ആരെയും ഉണ്ടാക്കുന്നതല്ല. പാതി മനസ്സിൽ ദൈവവും പാതി മനസ്സിൽ മൃഗവും, അല്ലേ?
മനസ്സിൽ ഏത് പകുതിയാണോ ഈശ്വരൻ ഇരിക്കുന്നത് അത് ദേവന്മാര്, ഏത് പകുതിയിലാണോ മൃഗം ഇരിക്കുന്നത് അത് ആസുരിക പകുതി. ഇത്രയേ ഉള്ളൂ. കാരണം അപ്പോ എവിടെയാണ് അതായത് ദേവലോകത്തുള്ള ദേവേന്ദ്രന് വേണ്ടിയിട്ടല്ല ദേവി വന്നത്. ആരാണ് വക്രബുദ്ധി, അഹംഭാവത്തെ, ആണവത്തെ എല്ലാം അഗ്നിയിൽ എരിക്കുന്നത്? അഗ്നിയിൽ എരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ലാതാക്കുക, ദേവിക്ക് സമർപ്പിക്കുക. നമ്മുടെ ആ ഒരു അഗ്നി എവിടെയാ? മണിപൂരക ചക്രത്തിലെ അഗ്നിയാണില്ലേ? അല്ലെങ്കിൽ ആ ഒരു ജ്ഞാനാഗ്നിയിൽ സമർപ്പിക്കുമ്പോ അത് പുറത്തല്ല. ഈ അഗ്നി എപ്പോഴും എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നി നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ആ ചിതഗ്നി കുണ്ഡത്തിൽ നിന്ന് ആവിർഭൂതയായിട്ട് സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരി വരും. ഉറപ്പാണ്. അതുകൊണ്ടാണ് വെറും അഗ്നികുണ്ഡ സംഭൂത എന്ന് പറയാത്തത്. എന്താ പറയുന്നത്? ചിത്ത് അഗ്നികുണ്ഡ സംഭൂത. ചിത്ത് അല്ലെങ്കിൽ ചിതി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിരിക്കുന്ന ജ്ഞാനം എന്നർത്ഥം. ആ അഗ്നികുണ്ഡം വെളിയിലല്ല, ഉള്ളിൽ ഓരോരുത്തരുടെയും ചിത്തത്തിലാണ് അത് ഇരിക്കുന്നത്. അങ്ങനെ ലളിതാംബികയെ കണ്ട് സന്തോഷിച്ച് നമസ്കരിച്ച് പല പല ആഭരണങ്ങള്, ആയുധങ്ങളൊക്കെ അവർ സമർപ്പിക്കുകയാണ് ദേവിക്ക്. എന്നിട്ട് ദേവിക്ക് ഇരിക്കാൻ ഒരിടം വേണമെന്ന് ചിന്തിച്ച് ദേവി തന്നെ തനിക്ക് വേണ്ടി ഒരു ശ്രീപുരം നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു, കാണിച്ചു കൊടുത്തു. അങ്ങനെ സുമേരുമത്തി ശൃംഗത്തിലെ ശ്രീപുരം, അവിടെ ചിന്താമണി ഗ്രഹം ഉണ്ടാക്കി ശ്രീമൻ നഗര നായികയായിട്ട് ഇരുന്നു ദേവി. 4 കരങ്ങളില് 4 ആയുധങ്ങള്, ആ ബ്രഹ്മാവ് കരിമ്പുവില്ല്, മഹാവിഷ്ണു പുഷ്പബാണങ്ങള്, വരുണൻ ഒരു വലിയ ഒരു പാമ്പിനെ വളച്ച് പാശമായിട്ട് കൊടുത്തു, വിശ്വകർമാവ് അങ്കുശം കൊടുത്തു, അഗ്നിദേവൻ കിരീടം, സൂര്യചന്ദ്രന്മാര് കുണ്ടലങ്ങള്, ആ കടല് രത്നങ്ങളെ കൊടുത്തു, ദേവേന്ദ്രൻ തേര്, കുബേരൻ ചിന്താമണിമാല, മഹാവിഷ്ണു വെൺകൊറ്റക്കുട, ബ്രഹ്മാവ് കൂഷ്മാകരം എന്ന വിമാനം കൊടുത്ത് എല്ലാം എന്താ പറയാ എല്ലാം ഓരോരുത്തര് ദേവിക്ക് സമർപ്പിച്ചു. കൂഷ്മാകരം ആർക്കും കണ്ടിട്ടും കണ്ടിട്ടും മതിവരാത്ത ഒരു ദൃശ്യമായിട്ട് ദേവി സിംഹാസന ആരൂഢയായിട്ട് ഇരിക്കുകയാണ്. ദേവിയെ കാമാക്ഷി, കാമദായിനി, ശിവ, സ്വാധീന വല്ലഭ എന്നുള്ള നാമങ്ങൾ കൊണ്ട് ദേവന്മാരും എല്ലാവരും ഋഷിഗണങ്ങളെല്ലാം തന്നെ ദേവിയെ വീണ്ടും വീണ്ടും സ്തുതിച്ചുകൊണ്ടേയിരുന്നു. ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദേവിയുടെ സൗന്ദര്യം കണ്ട് ബ്രഹ്മാവ് ചിന്താമഗ്നനായി. ആർക്കാണ് ഈ ദേവിയെ വിവാഹം കഴിക്കാൻ യോഗ്യത എന്നാണ് ബ്രഹ്മാവ് ചിന്തിച്ചത്. ബ്രഹ്മാവ് സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ? ജനകനാണ് ഇല്ലേ? അച്ഛന്റെ സ്ഥാനാണ്. അപ്പൊ അച്ഛൻ മകളുടെ വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. ഈ സൗന്ദര്യ ധാമത്തിന് വരനായിട്ട് ഞാൻ ആരെ കൊണ്ടുവരും? ഈ ചിന്ത വന്നത് ദേവി അറിഞ്ഞു. ദേവി ചിരിച്ചുകൊണ്ട് ദൂരെ ഒതുങ്ങി മാറി നിൽക്കുന്ന ആളിനെ നോക്കി. ആ ആളിന്റെ ഉള്ളിലെ ആശയാണ് ഈ രൂപത്തിൽ വന്നത്. ആ ഒരു എന്താ പറയാ ആദി പരമ്പൊരുളായിരിക്കുന്ന പരമേശ്വരൻ അല്ലേ, മഹാദേവൻ, അദ്ദേഹത്തിന്റെ മനസ്സിലാണ് ഒരു ചെറിയ ആഗ്രഹം വന്നത്. മനസ്സിൽ ആ ഒരു എന്താ പറയാ ആശ വരണമെങ്കിൽ അതിനെക്കുറിച്ച് നേരത്തെ ചിന്തിക്കണം ഇല്ലേ? എന്താണെങ്കിലും അപ്പോൾ മനസ്സിൽ ഒരു ചെറിയ വൈബ്രേഷൻ, അതായത് മൂവ്മെന്റ് ഉണ്ടാവും. അതുവരെ സ്റ്റില്ലായിരുന്ന, അനക്കമില്ലാതിരുന്ന ആ മനസ്സിൽ ഒരു ചെറിയ ചലനം വരണമെങ്കിൽ അവിടെ ശക്തി വേണം. അപ്പൊ ആ ചലനത്തിന് തൊട്ടു മുൻപിലുള്ളതിനെ നമ്മൾ ശിവം എന്നാണ് പറയണത്. അതിനു മുമ്പ് ശവം പോലെ കിടന്നതാണ്. ചലനം വന്നപ്പോ എന്തുണ്ടായി? ശക്തി ഉണ്ടായി അല്ലെ? ആ ചിന്ത, ചലനത്തെ ഭഗവത്പാദർ പറയുന്നത് അഹോ പുരുഷിക എന്നാണ്. അതായത് അഹോ പുരുഷിക, അഹം എന്ന ചിന്ത, ഐ കോൺഷ്യസ്നെസ് എന്ന് പറയും. അപ്പൊ ആ ഒരു കോൺഷ്യസ് തോട്ട്, സർവേശ്വരന്റെ കോൺഷ്യസ് തോട്ട്, അതായത് അഹോ പുരുഷിക, അഹം എന്ന ചിന്ത, അതാണ് പുറത്ത് ഒരു സ്ത്രീ രൂപത്തില് വെളിയിലേക്ക് വന്നത്. ശരിക്കും പറഞ്ഞാല് ശ്രീവിദ്യയുടെ അവസാനത്തിൽ എവിടെയാ എത്തിച്ചേരണം എന്ന് വെച്ചാൽ അഹം ഭവാനി. ഈ ഭവാനി എന്നുള്ള നാമം ഒരു മന്ത്രമാണ്. ഞാൻ തന്നെയാണ് ഭവാനി, ഞാൻ തന്നെയാണ് ലളിത. ആ അഹത്തിൽ എത്തിച്ചേരുന്നതാണ് ശ്രീവിദ്യയുടെ പരമമായിട്ടുള്ള ലക്ഷ്യം. അപ്പോ ആ ഭഗവാന്റെ ഉള്ളിലുണ്ടായിരുന്ന അഹോ പുരുഷിക രൂപമാണ് എന്താണ്? ഒരു സ്ത്രീ രൂപത്തിൽ വെളിയിലേക്ക് വന്നു. ആൺ രൂപം പുരുഷൻ സ്ത്രീ ശക്തിയായിട്ട് വന്നു. അപ്പൊ സ്ത്രീ പിരിഞ്ഞപ്പോൾ അതെന്തായി? ഫെമിനൈൻ എന്ന് നമ്മൾ പറയും അല്ലേ? അപ്പൊ ബാക്കി എന്താ? മാസ്കുലിൻ ഫോം പുരുഷനാണ്. അദ്ദേഹത്തെ അനക്കണമെങ്കിൽ ഈ ശക്തി വേണം ഇല്ലേ? ഖലു കുശല സ്പന്ദിതുമഭി അല്ലെ? ശക്തി ഇല്ലെങ്കിൽ ശിവൻ ശവമാണ്. അപ്പൊ സിംഹാസനത്തിലിരിക്കുന്ന ലളിതാദേവിയുടെ അടുത്ത് വന്ന് ബ്രഹ്മാവ് ചോദിച്ചു, അമ്മ കല്യാണം കഴിക്കുന്ന ആൾ എങ്ങനെ ഇരിക്കണം? ഇപ്പൊ ദൂരെ മാറി നിന്ന ശിവനെ നോക്കി ദേവി പറഞ്ഞു, എന്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാത്ത ഒരാളായിരിക്കണം അദ്ദേഹം. ബ്രഹ്മാവ് 4 ചുറ്റും നോക്കി. ആ സ്വാതന്ത്ര്യത്തിന് ഇടങ്കോൽ ഇടാത്ത ആള്, സ്വാധീന വല്ലഭ, തന്റെ സ്വാതന്ത്ര്യത്തെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നവൾ. ഇപ്പൊ ബ്രഹ്മാവിനെ നോക്കി മാറി നിൽക്കുന്ന ശിവനെയും നോക്കി താൻ എന്താ പറയാ ആട്ടിയാൽ മാത്രം ചലിക്കുന്ന ഒരാള് കാമേശ്വരൻ അല്ലെ? ദേവി കാമേശ്വരി. അപ്പൊ ശിവൻ മാറി നിൽക്കാൻ കാരണം എന്താണ്? അത് ദേവിയുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടില്ല എന്നതുകൊണ്ട് തന്നെയാണ്.
അപ്പൊ ദേവി ബ്രഹ്മാവിനോട് മാല ചോദിച്ചു, അത് വീശി എറിഞ്ഞു. ആരുടെ കഴുത്തിൽ വീഴുന്ന ആ ആളിനെ വിവാഹം ചെയ്യുമെന്ന് പറഞ്ഞു. മാല എറിഞ്ഞു, അത് കാമേശ്വരന്റെ തിരുക്കഴുത്തിൽ തിരുകണ്ഠത്തിൽ വീണു. കാമേശ്വരനും കാമേശ്വരിയുടെയും വിവാഹം നടക്കുകയാണ്. കാമേശ്വരന്മാരെ സന്തോഷത്തോടു കൂടി ചിന്താമണി ഗൃഹത്തില് ഇരുന്ന് ലോകപരിപാലനം ചെയ്തു. അങ്ങനെ കഴിഞ്ഞപ്പോ ദേവിക്ക് ഭണ്ഡാസുരനെ ഓർമ്മ വന്നു. ഇതിനാണല്ലോ താൻ വന്നത് തന്നെ. ഇനി എന്ത് ചെയ്യണം? ഭണ്ഡാസുരൻ എന്ന് പറയുന്ന അസുരനെ ഇല്ലാതാക്കണം, ഇല്ലേ? തന്റെ 4 തൃക്കരങ്ങളിൽ 4 ആയുധങ്ങള്, അതിലെ പാശം വെച്ച കരം ഒന്നനക്കി. അതിൽ നിന്ന് അശ്വാരൂഢാദേവി വന്നു. ഒരു കുതിരയും, അതിന് അപരാജിത എന്ന പേര്. അതിന് ഒരിക്കലും തോൽവി അറിഞ്ഞിട്ടില്ലാത്ത കുതിര. അപ്പൊ കുതിരപ്പട മുഴുവനും അതിൽ നിന്ന് വന്നു, അല്ലേ? അങ്കുശം വെച്ച കയ്യിൽ നിന്ന് സമ്പത്കരി ദേവി വന്നു. രണകോലാഹലം എന്ന് പറഞ്ഞ ആനയുടെ പുറത്ത് കയറി ആനപ്പട റെഡിയായി. കരിമ്പ് വില്ലിൽ നിന്ന് മന്ത്രിണി വന്നു. ആ മന്ത്രിയാക്കി എല്ലാം നോക്കി നടത്താനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. അതിനെയാണ് നമ്മൾ എക്സിക്യൂട്ടീവ് ഹെഡ് എന്നൊക്കെ പറയുന്നത്. രാജമാതങ്കി, രാജ്യത്തെ നടത്തുന്നവളായിട്ട്, ആ ഒരു മുഖ്യമന്ത്രിയായിട്ട് ദേവിയെ മോതിരം കൊടുത്ത് ലളിതാ പരമേശ്വരി അനുഗ്രഹിക്കുകയാണ്. പുഷ്പബാണങ്ങളിൽ നിന്ന് ഏറ്റവും അതിശക്തിയായിട്ടുള്ള ദണ്ഡനാഥ എന്ന് പറയുന്ന വാരാഹി ദേവി ആ ഒരു എന്താ പറയാ അധികാര ചിഹ്നത്തോടു കൂടി ദണ്ഡനാഥയായി. ദണ്ഡിക്കാൻ എല്ലാ എന്താ പറയാ എല്ലാ അധികാരവും ഉള്ളവൾ ദണ്ഡനാഥ. ലളിതാംബിക ദേവിയുടെ രാജ്യത്തിൽ എന്ത് തെറ്റ് കണ്ടാലും ശിക്ഷ കൊടുക്കുന്നത് വാരാഹി ദേവിയായിട്ടിരിക്കുന്ന ദണ്ഡിനിയാണ്. അങ്ങനെ ചതുർബാഹു സമന്വിത, എല്ലാവരും യുദ്ധത്തിനായിട്ട് തയ്യാറായി. യുദ്ധം ആരംഭിക്കാൻ പോണു. ഒരു വശത്ത് കിരിചക്രം വന്നു, മറ്റേ വശത്ത് ഗേയചക്രം വന്നു. നടുക്ക് ചക്രരാജ രഥത്തിൽ കയറി സാക്ഷാൽ ലളിതാ പരമേശ്വരിയും തയ്യാറായി. ഭണ്ഡാസുരനെ വധിക്കാനായി ചക്രരാജരഥം പുറപ്പെടുകയാണ്. ആ രഥം വളരെ വിശേഷപ്പെട്ട ഒരു ജ്ഞാനരഥമായിരുന്നു. പ്രത്യേകം മനസ്സിലാക്കണം, നമ്മൾ ഇതെല്ലാം ബാഹ്യത്തിൽ കണ്ടാണ് ആസ്വദിക്കുന്നത്, ഇല്ലേ? ഇതൊന്നും പുറത്തു നടക്കുന്നതല്ല. ഈ രഥം എന്ന് പറയുന്നത് എന്താണ്? ഈ രഥം അറിവിന്റെ രഥം. അതുകൊണ്ടാണ് ഇതിന്റെ ജ്ഞാനരഥം എന്ന് പറയുന്നത്. 4 ചക്രങ്ങള്, 4 വേദങ്ങളാണ്. ആ ഒരു 4 പുരുഷാർത്ഥങ്ങള്, ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങള്, 4 കുതിരകളാണ്. കൊടി എന്ന് പറഞ്ഞാൽ ആനന്ദമാണ്. അപ്പൊ പല പല ആയുധങ്ങൾ ആ രഥത്തിലുണ്ട്. അതെല്ലാം വന്നത് ആത്മജ്ഞാനത്തിൽ നിന്നാണ്. ആത്മജ്ഞാനം എന്ന അടയാളമുള്ള സാധനങ്ങളിൽ നിന്നാണ് ആയുധങ്ങൾ വന്നിരിക്കുന്നത്. പമ്പാൾ എന്ന് പറയുന്ന സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരി തേരിൽ കയറിയിരുന്നു. ദേവിയെ ചുറ്റി നവ ആവരണ ദേവതമാര് വന്നിരുന്നു. ശ്രീചക്ര രഥത്തിലെ നവ ആവരണ ദേവതാ സമേതയായിട്ട് സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരി ആ ഒരു ഭണ്ഡവധത്തിനായിട്ട് പുറപ്പെട്ടു. ഈ രൂപത്തെ നമസ്കരിച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും തീരുന്ന, കാരണം ചതുഷ്ഷഷ്ടി കോടി ദേവതകളുടെ അകമ്പടിയോടുകൂടി മന്ത്രിണി വാരാഹി സമേതയായിട്ട് ദേവി ശ്രീചക്ര രാജ്യത്തില് വധത്തിന് പുറപ്പെടുന്ന രൂപം. അത് മനസ്സിൽ എപ്പോഴും ധ്യാനിക്കുക. നമുക്ക് ഈ പറയുന്ന ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ദേവി നമ്മുടെ ശരീരത്തിലാണ് ഈ യുദ്ധം നടക്കുന്നത് നമുക്ക് മനസ്സിലാവും. പിന്നെ അങ്ങനെ എന്താ പറയാ, ഭണ്ഡാസുരന്റെ ഭാഗത്തു നിന്ന് പല വിധത്തിലുള്ള തേരുകൾ വരാൻ തുടങ്ങി. ഈ തേരുകളെല്ലാം തന്നെ മൃഗങ്ങളാണ് വലിച്ചു കൊണ്ടുവരുന്നത്. ദേവിയുടെ തേര് വേദങ്ങളും കുതിരകള് പുരുഷാർത്ഥങ്ങളും. എന്നാൽ ഭണ്ഡന്റെ സൈന്യത്തിന്റെ ആ തേരുകള് നരി, കഴുത, പന്നി, ഒട്ടകം, എലി തുടങ്ങിയ മൃഗങ്ങളാണ് വലിക്കുന്നത്. മാത്രമല്ല ആ ഒരു ശടലം ഭണ്ഡന്റെ പല തേരുകളും വലിച്ചു കൊണ്ടുവന്നു. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ തേരുകളിൽ വന്നവരെ കൂടി നമ്മൾ നോക്കണം. കാരണം ആദ്യ ദിവസം നായയുടെ തേരിലെ ഒരാൾ വന്നു, അല്ലെ? ദുർമദൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ അസുരനെ സമ്പത്കരിയുടെ അങ്കുശം വന്ന് വെട്ടി വീഴ്ത്തി. അടുത്തത് ആ ഒരു എന്താ പറയാ കുറുമ്പൻ, അവനെ അശ്വാരൂഢ വീഴ്ത്തി. അപ്പൊ ആദ്യം തന്നെ ലളിതാംബിക ദേവിക്ക് വിജയമുണ്ടായി. അങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുമ്പോഴാണ് ആ ഒരു ഭണ്ഡന്റെ സൈഡിൽ നിന്ന് സർപ്പിണി എന്നൊരു ശക്തി വരുന്നത്. പാമ്പ് രൂപത്തിൽ വന്ന് ധാരാളം പാമ്പുകളെ ഉണ്ടാക്കി വിടുകയാണ്. അപ്പൊ ഭണ്ഡന്റെ പഞ്ചസേനാധിപതികൾ വന്നു. പാമ്പുകൾ ഒരു ഭാഗം, സർപ്പിണിയുടെ സർപ്പിണിയുടെ മായ ജാലം ഒരു വശത്ത് നടക്കുകയാണ്. ദേവിയുടെ സൈന്യം ആദ്യമായിട്ട് ആ ഒരു ജാലത്തില് തളർന്നു വീണു. ദേവിക്ക് ചുറ്റും നവാവരണ ദേവതകൾ ഇരിക്കുകയാണ്. അവർക്കെല്ലാം അപാരമായിട്ടുള്ള ശക്തിയുമുണ്ട്. എല്ലാവരും വിഷമിച്ചു നിന്നപ്പോ ദേവി നകുലി ദേവിയെ വിളിച്ചു. നകുലം എന്ന് പറഞ്ഞ കീരി. നകുലി ദേവി വന്ന സർപ്പങ്ങളെ എല്ലാം ഇല്ലാതാക്കി. അപ്പൊ സർപ്പിണിയെ കാണാതാവുകയാണ്. പഞ്ചസേനാപതികളെയും കാണാതായി. വിജയം വീണ്ടും ദേവിയുടെ ഭാഗത്തായി. അങ്ങനെ അടുത്ത ആക്രമണത്തില് ആ ഒരു ശക്തി സൈന്യങ്ങൾ ഒരുങ്ങി നിന്നപ്പോ ഭണ്ഡന്റെ സൈഡിൽ നിന്ന് 7 പേര് വന്നു. അതിന്റെ തലൈവനായിട്ട് വന്ന ആളിന്റെ പേര് വലാഹൻ എന്നാണ്.
വലാഹനും സഹോദരന്മാരും കണ്ണില് സൂര്യഭഗവാൻ ഇരിക്കുന്നാണ് പറയുന്നത്. ആ വെളിച്ചത്തിൽ ഇപ്പുറത്തുള്ളവർക്കൊന്നും കാണാൻ സാധ്യമല്ല. ഇവർ അത്യുഗ്രമായിട്ടുള്ള ചൂടും പ്രകാശവും പരത്തിക്കൊണ്ടിരിക്കും. ഇതിന്റെ ഗ്ലെയർ കാരണം ഭണ്ഡസൈന്യത്തിന് പകരം ശക്തി സൈന്യങ്ങളെ പരസ്പരം ആക്രമിച്ചു കൊണ്ടിരുന്നു. ലളിതാദേവി വാരാഹി ദേവിയെ നോക്കി. വാരാഹി ദേവി തിരസ്കരണി ദേവിയെ ഉണ്ടാക്കി. തിരസ്കരം എന്ന് പറഞ്ഞാല് മറയ്ക്കുക. അപ്പോ ആ ഒരു കറുകറ എന്ന് പറയുന്ന ഒരു കറുത്ത രൂപം, കറുത്ത കവചം, കറുത്ത കുതിര, ആ ഒരു ആ കുതിരയുടെ പേര് തമോലിപ്തം എന്നാണ്. ആ കുതിരയുടെ പേര്. എല്ലാം കറുപ്പുമയം, എല്ലായിടത്തും ഇരുട്ട്, അല്ലെ? കണ്ണ് തുറക്കാനാവാതെ അവര് ആ കണ്ണുകൾ അടച്ചു. ഇപ്പൊ വലാഹനും 7 പേരും അതോടെ ഇല്ലാതാവുകയാണ്. ഇതൊരു ഒറ്റയടി വിജയമല്ല. പ്രശ്നം വരും. ദേവിയും ശക്തി ദേവതകളും കൂടി അത് ഇല്ലാതാക്കും. പിന്നെയും തുടരും. ഒരു ജീവന്റെ അനേക ജന്മങ്ങളിലെ യാത്രയാണ് ഇതെന്ന് നമ്മൾ അറിയണം. ഈ യുദ്ധത്തിൽ ഒറ്റയടിക്കല്ല വിജയം. ഓരോ തടസ്സം വരും, അതിനെ ദേവി മാറ്റും. അങ്ങനെ ദേവി പക്ഷം എപ്പോഴും വിജയം കൈവരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ആദ്യ ദിവസം രാത്രിയായി. യുദ്ധം പകലാണ് നടക്കുന്നത്. രാത്രികാലങ്ങളില് അസുരന്മാർക്ക് ബലം അധികമാകുമെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് അസുരന്മാർ എപ്പോഴും രാത്രിയിലായിരിക്കും ആക്രമിക്കുന്നത്. അപ്പൊ വിഷങ്കൻ ഒരു പുതിയ ഉപായവുമായിട്ടെത്തി ശക്തി സൈന്യത്തെ ഇല്ലാതാക്കാൻ. ദേവി ഇരുന്ന ആ തേരിന്റെ പുറകിലൂടെ വന്നു. വിഷങ്കന്റെ ഉദ്ദേശം വേറെ ആരുമല്ല, സാക്ഷാൽ ലളിതാദേവിയെ നേരിട്ട് ആക്രമിക്കുക എന്നുള്ളതാണ്. അപ്പോ ആ വിഷങ്കൻ എന്താ പറയാ, വിഷങ്കന്റെ പുറകിലൂടെ കുടിലാക്ഷൻ എന്നുള്ള ഒരു അസുരനും കൂടെ വന്നു. കുടിലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളഞ്ഞത്, അല്ലെ? അപ്പൊ വിഷങ്കനും കുടിലാക്ഷനും കൂടി ദേവിയെ പൂർണ്ണമായിട്ട് ശ്വാസം വിടാൻ പോലും പറ്റാത്ത രീതിയിൽ വളയുകയാണ്. അപ്പോ ആ ഒരു കനത്ത ഇരുട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും ആർക്കും അറിയില്ല. ദേവി തന്റെ പുരികക്കൊടി ചെറുതായിട്ടൊന്ന് ചുളിച്ചു. വാരാഹി, മാതങ്കി, അശ്വാരൂഢ എല്ലാവരും പല സ്ഥലങ്ങളിലായിരുന്നു. അവർക്ക് ഒന്നും അറിയില്ല. ദേവി തന്റെ പുരികക്കൊടികൾ വളച്ചു. അതിൽ നിന്ന് സാക്ഷാൽ തിഥിനിത്യ ദേവതകൾ ആവുകയാണ്. 15 തിഥി ദേവതകൾ വരിവരിയായിട്ട് വന്നു നിന്നു. അവരുടെ വെളിച്ചത്തിൽ ദേവതകള് അവിടെ ഇരുട്ടിന് പ്രകാശത്തിന്റെ തന്നെ ഒരു വളരെ എന്താ പറയാ പ്രകാശ ധോരണി സൃഷ്ടിച്ചു എന്നാ പറയുന്നത്. അപ്പൊ തിരിനിത്യ ദേവകളിലെ 2 പേര്, ജ്വാലാമാലിനിയും വന്യവാസിനിയും. ജ്വാലയെ ഉൾക്കൊണ്ടവളാണ് ജ്വാലാമാലിനി, അഗ്നിയെ ഉൾക്കൊണ്ടവൾ എന്നാണ് അർത്ഥം. ഇവരുണ്ടാക്കിയ ആ ഒരു പ്രകാശ വലയത്തില് വിഷങ്കനും കുടിലാക്ഷനും ഉണ്ടാക്കി ഇരുട്ടിന്റെ മറ പൂർണ്ണമായിട്ട് മറഞ്ഞുപോയി. അവിടെ പ്രകാശമാനമായി അസുരന്മാരുടെ കുടില തന്ത്രങ്ങൾ ഒന്നും നടന്നില്ല. അങ്ങനെ ആ ഒരു പിറ്റേ ദിവസം സൂര്യൻ ഉദയം ചെയ്തു. യുദ്ധത്തിന്റെ 2 ദിവസം കഴിഞ്ഞു. വിവരങ്ങളെല്ലാം ഭണ്ഡാസുരൻ അറിഞ്ഞു. ആ ഒരു വലിയ ചക്രവർത്തിമാരൊന്നും യുദ്ധത്തിനായിട്ട് ആദ്യം വരില്ല, അല്ലെ? അവര് സേനാനായകന്മാരെയും സൈന്യങ്ങളെ മാത്രമാണ് അവർ അയക്കാറ്. ഇപ്പൊ ലോവർ ലെവൽ അല്ലെങ്കിൽ മിഡിൽ ലെവല് ഇതെല്ലാം വന്നതിന് ശേഷമാണ് ഹയർ ലെവൽ വരുന്നത്. വിവരങ്ങൾ അറിഞ്ഞ ഭണ്ഡാസുരൻ ചിന്താകുലനായി. കാരണം ഒരു ദിവസം കൊണ്ടാണ് സേനാധിപതികളെ 7 സഹോദരന്മാരെല്ലാം ഇല്ലാതായത്. അപ്പൊ ഇങ്ങനെ വിഷമിച്ചിരുന്ന ഭണ്ഡന്റെ മുന്നിലേക്ക് അയാളുടെ 30 മക്കൾ വന്നു. അവര് പറഞ്ഞു, അച്ഛൻ വിഷമിക്കേണ്ട, ഞങ്ങള് ബലശാലികളും യുദ്ധനിപുണരുമാണ്, ഞങ്ങള് പോകാം യുദ്ധത്തിന്, തീർച്ചയായിട്ടും ഞങ്ങൾ വിജയിച്ചു വരുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ ദിവസം 30 ഭണ്ഡന്റെ മക്കൾ അണിനിരന്നു. അപ്പൊ ദേവീ സൈന്യം എന്ത് വേണമെന്ന് ചിന്തിച്ചു. ഈ സമയത്ത് അതിമനോഹരിയായിരിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി, ബാല ത്രിപുരസുന്ദരി എന്ന പേരില് ഉള്ള ദേവിയുടെ സാക്ഷാൽ മകളായിട്ട് അറിയപ്പെടുന്ന ബാല ഓടി വരികയാണ്. അമ്മ, എനിക്ക് യുദ്ധം വളരെ ഇഷ്ടമാണ്, ഞാൻ പോകാം, എന്നെ അയക്കണമെന്ന് കൊഞ്ചിക്കൊണ്ട് ദേവിയോട് പറയുകയാണ്. 9 വയസ്സ്, ജ്വലിക്കുന്ന മുഖം, ലളിതാദേവിയുടേതുപോലെയുള്ള മുഖം, കാലില് സ്വർണ്ണ പാദസരം, ആ ഒരു തേജോ പുഞ്ചം പോലെ ഓടിക്കളിക്കുന്ന ആ കൊച്ചുകുട്ടി പറയണു ഭണ്ഡന്റെ 30 അതിഭീകരരായ മക്കളുടെ കൂടെ യുദ്ധം ചെയ്യാൻ താൻ പോകാമെന്ന്. അപ്പൊ ദേവി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചപ്പോ ബാലയുടെ ആ ഒരു ആത്മവിശ്വാസം കണ്ട് തന്റെ കയ്യിലെ ആയുധങ്ങള് ആ ഒരു ചെറിയത് നോക്കി ബാലയ്ക്ക് കൊടുത്തു. ബാലയ്ക്ക് ഒരു പ്രത്യേക തേര്, പല്ലക്ക് പോലെ, കർണീരഥം എന്ന പേര്. അത് ഓടിക്കുന്നത് കുതിരകളല്ല, അന്നങ്ങളാണ്. ഹംസ പക്ഷികൾ വലിക്കുന്ന മനോഹരമായിരിക്കുന്ന തേരില് ബാലാദേവി പോർച്ചട്ടയൊക്കെ ധരിച്ച് യുദ്ധത്തിന് പോകാനായിട്ട് ആരൂഢയാവുകയാണ്. അമ്മ ദേവി പൂർണ്ണമായിരിക്കുന്ന വിജയം അനുഗ്രഹിച്ച് നെറ്റിയിലെ തിലകക്കുറി ചാർത്തി അനുഗ്രഹിച്ച് ദേവിയെ യാത്രയാക്കി. എങ്കിലും ദേവിയുടെ മനസ്സിൽ ഒരു ചെറിയ വിഷമം. കാരണം 9 വയസ്സുള്ള ചെറിയ കുട്ടി ഇത്രയും അസുരന്മാരെ നേരിടാനാണല്ലോ പോകുന്നതെന്ന് ചിന്തിച്ചപ്പോ ബാലയുടെ കരുത്ത് ദേവിക്ക് അറിയാമായിരുന്നു. അങ്ങനെ ശ്യാമാദേവിയുടെയും വാരാഹി ദേവിയുടെയും അകമ്പടിയോടുകൂടി ബാല യുദ്ധത്തിന് പുറപ്പെടുകയാണ്.
വളരെ കുറച്ചു സമയം കഴിഞ്ഞ് വാരാഹിയും ശ്യാമയും സന്തോഷത്തോടെ ഓടി വന്ന് ദേവിയോട് ബാലാദേവിയുടെ യുദ്ധത്തെക്കുറിച്ച് വിവരിച്ചു. ആ ഭണ്ടന്റെ പുത്രന്മാരായിരിക്കുന്ന 30 പേരെ ഒരു കൊച്ചു കുഞ്ഞ് ഒറ്റയ്ക്ക് ഇല്ലാതാക്കിയ ആശ്ചര്യകരമായിരിക്കുന്ന യുദ്ധവിധാനം കേട്ട് ലളിതാദേവി വളരെയധികം സന്തോഷത്തോടു കൂടി ബാലയെ തന്റെ മടിയിലിരുത്തി വാത്സല്യപൂർവ്വം തലോടുകയാണ്. ആ ഒരു ഭണ്ഡപുത്ര വധോദ്യുക്ത ബാലാവിക്രമ നന്ദിത, ബാലയുടെ വിക്രമത്തില് വളരെ ആശ്ചര്യപ്പെട്ടതായിരുന്നു, അത് വളരെ ആശ്ചര്യപ്പെടുത്തുന്നതായിരുന്നു. ഇങ്ങനെ ദേവി അതിലെ പരിപൂർണ സന്തോഷവും അനുഗ്രഹവും ദേവിക്ക് കൊടുക്കുകയാണ്. ഇങ്ങനെ 2-ാം ദിവസം പകല് കഴിഞ്ഞു, രാത്രി വന്നു. ഭണ്ടൻ വളരെയധികം പുത്രശോകത്താൽ വലഞ്ഞു. തന്റെ 30 മക്കള് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ആ ഒരു വിഷങ്കനാണ് യുദ്ധ പദ്ധതികളെല്ലാം ആവിഷ്കരിക്കുന്നതിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വിഷങ്കൻ പുതിയ ഒരു പ്ലാൻ ഉണ്ടാക്കി. ഇന്ന് നമുക്ക് ആയുധങ്ങൾ വേണ്ട, ഞാൻ 8 ദേവതകളെ വിളിക്കും, അവർ വന്ന് ശക്തി സൈന്യത്തെ ഇല്ലാതാക്കും, അവരെല്ലാവരും എന്താ പറയാ ആ ഒരു ഒന്നോടെ നശിക്കുന്നത് നമുക്ക് കാണാം. ആ 8 ദേവതകളാണ്, അവരുടെ പേര് കേട്ടാൽ തന്നെ നമുക്ക് അത്ഭുതം തോന്നും. എന്തൊക്കെയാണ് ആ ദേവതകള്? മയക്കം, തൂക്കം, തളർച്ച, ഭയം തുടങ്ങി 8 പേരാണ് ഇവര്. ഇവരെല്ലാവരും വിഷങ്കൻ അവരെ എന്താ പറയാ വിഷങ്കൻ വിളിച്ചതനുസരിച്ച് അവർ വന്നു. രാത്രിയിൽ അവരെ അങ്ങോട്ട് അയക്കുകയാണ്. ശക്തി സൈന്യങ്ങളെല്ലാം മയങ്ങി തളർന്ന് ഭയന്ന് വല്ലാത്ത ഒരു അവസ്ഥയിലാണ്. പിറ്റേ ദിവസം രാവിലെ ആണ് വാരാഹിയും ശ്യാമാദേവിയുമാണ് യുദ്ധത്തിന് പുറപ്പെട്ടത്. അവര് ഈ ശക്തിദേവകളെ വിളിച്ചു. അവർ പറഞ്ഞു, എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? ഇല്ലേ, ഉയിർഹത്യയല്ലേ അത്, ഞങ്ങൾ ഇവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കുന്നത് ഉള്ളൂ, ഞങ്ങൾ വരുന്നില്ല. ഇങ്ങനെ വലിയ വലിയ തത്വങ്ങൾ അവർ പറയാൻ തുടങ്ങി. ഒരു ശക്തി ദേവത പോലും യുദ്ധത്തിന് വരാൻ തയ്യാറായില്ല. എല്ലാവരും ആലസ്യത്തിൽ തത്വങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഇവർ ഇങ്ങനെയൊക്കെ എന്താണ് ഇങ്ങനെ ആയതെന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞു നോക്കിയിട്ട് സാക്ഷാൽ ദേവിയുടെ മുഖത്ത് നോക്കി. ശ്യാമാദേവിയും വാരാഹി ദേവിയും ദേവി തിരിഞ്ഞ് കാമേശ്വരന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു. കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വര. ദേവി കാമേശ്വരൻ നോക്കി ചിരിയിൽ നിന്ന് സാക്ഷാൽ വിഘ്ന വിനായകൻ എന്ന് പറയുന്ന ശ്രീവിദ്യ ഗണപതി ആവിർഭവിച്ചു. അവിടെ തന്റെ 10 കൈകളിൽ പല വിധത്തിലുള്ള ആയുധങ്ങളോടുകൂടി മാതളപ്പഴം, ഗദ, കരിമ്പ് വില്ല്, ശൂലം, സുദർശന ചക്രം, താമര, പാശം, ആ ഒരു രത്നകലശം, പൂവ്, ശംഖ് ഇവയോടുകൂടി ആവിർഭവിച്ചു എന്നാണ് പറയുന്നത്. വളരെ മനോഹരമായിരിക്കുന്ന ശ്രീവിദ്യ ഗണപതി. ഇടത് തുടയില് വല്ലഭയെ ചേർത്ത് വെച്ച് ഒരു വശത്ത് രതിയും മന്മഥനുമായിട്ട് ലക്ഷ്മിയും നാരായണനും ഒരു വശത്ത്. ഇങ്ങനെയാണ് വാഞ്ചകൽപ്പലത ഗണപതി ഭഗവാന്റെ ആവിർഭാവം. വാഞ്ചകൽപ്പ ഗണപതി എന്ന് പറയുന്നത് ശ്രീവിദ്യയിലുള്ള ഒരു മന്ത്രം. ആ മന്ത്രത്തിന്റെ ദേവതയാണ് ഈ ഭഗവാൻ. അമ്മയെ നോക്കി എന്താണ് താൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ദേവി പറഞ്ഞു, ഭണ്ഡാസുരൻ വെച്ച വിഘ്നയന്ത്രം നീ മാറ്റിത്തരണം. ഇവിടെ ഇപ്പോൾ യുദ്ധത്തിന് തടസ്സങ്ങൾ വന്നിരിക്കുന്നു. 8 ദേവതകളുടെ 8 മോശമായിട്ടുള്ള ഗുണങ്ങള്, ആ ഒരു ഗുണങ്ങളെയെല്ലാം ഒരു വിഘ്നയന്ത്രത്തിൽ അടച്ചിട്ടാണ് വിഷങ്കൻ ശക്തി സൈന്യത്തിന്റെ ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇരുട്ടിൽ നടന്നത് കൊണ്ട് ആർക്കും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഇപ്പൊ ഗണപതി നേരെ ചെന്ന് ആ വിഘ്നയന്ത്രത്തെ തേടി കണ്ടുപിടിച്ച് തന്റെ കൊമ്പില് ഉയർത്തി പൊടിച്ച് പൊടിയാക്കി അതിനെ പറത്തി വിട്ടു. അങ്ങനെ ഭണ്ടൻ ഇനി ഒന്നും അയക്കാനില്ലാതായി. ഭണ്ടൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നപ്പോൾ വാരാഹിയും മന്ത്രിണിയും കൂടി ഭണ്ടന്റെ എല്ലാ സേനകളെയും പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി. വിഷങ്കനെ വാരാഹി വധിച്ചു, വിശുക്രനെ മന്ത്രിണി വധിച്ചു. ഭണ്ടന്റെ 2 കൈകൾ അറ്റു വീണതുപോലെയായി. അങ്ങനെ 3-ാം ദിവസം രാത്രി സഹോദരന്മാരും മക്കളും സൈന്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ട ഭണ്ടൻ ഉറക്കമില്ലാതെ ഒറ്റയ്ക്ക് വളരെയധികം വേദനയോടുകൂടി ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. അവസാന ദിവസമായി. നേരം പുലർന്നു. ആരെയും അയക്കുവാനില്ലാത്ത ഭണ്ഡാസുരൻ ലളിതാദേവിയുമായിട്ട് നേരിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു. ഭണ്ഡാസുരൻ വന്നതും ദേവി തന്റെ ആ ഒരു ചക്രാരൂഢയായിട്ട് ആ ഒരു ഭണ്ടന്റെ മുന്നിൽ എത്തുകയാണ്. അങ്ങനെ അവസാനത്തെ ജീവന്റെ പെടച്ചിലിന് സമയമായി എന്നർത്ഥം, അല്ലെ? പൂർണ്ണമായിരിക്കുന്ന ലയനത്തിന്റെ സമയമാകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? മോക്ഷം. അവിടെയാണ് ദേവി നേരിട്ട് ജീവനും ദേവിയും തമ്മിൽ മുഖാമുഖം കാണുന്നതെന്ന് അർത്ഥം. ഭണ്ടൻ ദേവിക്കെതിരെ അയച്ച അസ്ത്രങ്ങളും ദേവിയുടെ പ്രത്യസ്ത്രങ്ങളും വളരെ വിശേഷപ്പെട്ടതാണ്. ഇത് കേൾക്കുന്നവരുടെ ഓരോ തമോ ഗുണങ്ങളും ഇല്ലാതാകുമെന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു തമോ ഗുണങ്ങളും ദേവിയുടെ അസ്ത്രങ്ങള് ദേവതകള് ഇല്ലാതാക്കും. കാരണം ഭണ്ടന്റെ ആദ്യത്തെ അസ്ത്രം അന്ധതാമിശ്രം എന്നുള്ള അജ്ഞാനമാകുന്ന തമസ്, അന്ധകാരം. ദേവിയുടെ അസ്ത്രം മഹാധരണി അസ്ത്രം. ധരണി അസ്ത്രം എന്ന് പറഞ്ഞാൽ മഹാപ്രകാശം, പേരൊളി.
ല്ലേ? അത് അന്ധതാമിശ്രത്തെ ഇല്ലാതാക്കി. അടുത്തത് ഭണ്ടന്റേത് അസ്ത്രം. കണ്ണിന്റെ കാഴ്ച ഇല്ലാതാക്കുന്ന അസ്ത്രമാണത്. ദേവിയുടെ അസ്ത്രത്തിന്റെ പേരാണ് ചക്ഷുസ്മതി. കണ്ണിന്റെ കാഴ്ച കൊടുക്കുന്ന മന്ത്രം. ആ ഒരു മന്ത്രാസ്ത്രം. അടുത്തത് ഭണ്ടന്റെ ആ ഒരു ശക്തിനാശം എന്ന അസ്ത്രത്തിന് എതിരായിട്ട് ആ ഗന്ധർവാസ്ത്രം ഇല്ലെങ്കിൽ വിശ്വാവസു എന്ന അസ്ത്രം അയച്ചു. സർവ അസ്ത്രശ്രുതി നാശം എന്ന അസ്ത്രം ഭണ്ടൻ അയച്ചു. ദേവിയുടെ ധാരണാസ്ത്രം, ഏത് തടസ്സങ്ങളിൽ നിന്നും തരണം ചെയ്ത് ആ ഒരു ജ്വലിക്കുന്ന അസ്ത്രം, അതായത് നമുക്ക് അറിവും വിദ്യയും തരുന്ന ആ വേദങ്ങളും ശ്രുതികളും എല്ലാം ഇതിനകത്ത് അടങ്ങിയിരിക്കുകയാണ്. അതിനെയാണ് ഭണ്ടൻ ഇല്ലാതാക്കിയത്. അപ്പൊ ശരിയായ അറിവില്ലാതിരിക്കുക. അടുത്തത് ഭണ്ടന്റേതോ ഭയാസ്ത്രം, ഭയത്തെ കൊടുക്കുന്നത്. ഇപ്പൊ ദേവി ഇന്ദ്രന്റെ അസ്ത്രമായിരിക്കുന്ന ഐന്ദ്രാസ്ത്രം അയച്ചു. ഇന്ദ്രൻ എന്നാൽ എന്താ? മനസ്സിന്റെ അധിപതി അല്ലെ? ഇപ്പൊ ദേവന്മാരെന്നാൽ പ്രകാശം, അറിവ്, പോസിറ്റിവിറ്റി എന്നൊക്കെ നമുക്ക് പറയാം. ശക്തിയും ബലവും ഉള്ളവര്. ഇപ്പൊ ദേവന്മാരുടെ എന്താ പറയാ തലവനാണ് ഇന്ദ്രൻ. അടുത്തത് ഭണ്ടൻ യമന്റെ ആ ഒരു എന്താ പറയാ അന്ധകാസ്ത്രം അയക്കുകയാണ്. ദേവി മൃത്യുഞ്ജയ അസ്ത്രം അയച്ച് അതിനെ ഇല്ലാതാക്കി. ഭണ്ടൻ ശക്തി സൈന്യങ്ങളിൽ പ്രയോഗിച്ച ആ ഒരു മഹാരോഗാസ്ത്രം എന്ന് പറഞ്ഞാൽ ക്ഷയം തുടങ്ങിയിട്ടുള്ള പകർച്ചവ്യാധികള്, ആയിരക്കണക്കിന് രോഗങ്ങളെ ആവിർഭവിപ്പിക്കുകയാണ്. അപ്പൊ ശ്രീ ലളിതാ പരമേശ്വരി നാമത്രയാസ്ത്രം എന്ന് പറയുന്ന മഹാ അസ്ത്രത്തെ അയക്കുകയാണ്. ഈ അസ്ത്രത്തിൽ നിന്ന് അച്യുതൻ, അനന്തൻ, ഗോവിന്ദൻ എന്ന് പറയുന്ന 3 മൂർത്തികള്, ഭഗവാൻ മഹാവിഷ്ണുവിന്റെ 3 പേരുകളാണിത്. ആ ഒരു എന്താ പറയാ ആ നാമത്രയാസ്ത്രം ദേവിയെ നമസ്കരിച്ച് ആ 3 പേരും ദേവിയെ രോഗ രോഗനിവാരണത്തിനായി പുറപ്പെട്ടു. അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു നാരായണാമൃത രോഗാന്മേ നാശയ ആശു ധന്വന്തരേ ഹരി. ഇത് സർവ്വരോഗഹര സ്തോത്രമാണ്. ഇത് ശ്രീവിദ്യയിലും ഇതേ മന്ത്രമാണ് പറയുന്നത്. ഇത് ജപിക്കുന്നവർക്ക് ലളിതാദേവിയുടെ ആജ്ഞപ്രകാരം അച്യുത അനന്ത ഗോവിന്ദന്മാര് രോഗശാന്തി വരുത്തുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കപ്പെടുന്നു. അടുത്തത് ഭണ്ഡാസുരൻ അയച്ച അസ്ത്രം ആയുർനാശ അസ്ത്രമാണ്. ഇപ്പൊ ദേവി കാലസംഘർഷിണി എന്ന് പറയുന്ന മഹാ അസ്ത്രം അയക്കുകയാണ്. കാലനെ സംഘർഷണം ചെയ്യുന്നത്, പിടിച്ചു വലിക്കുന്നതെന്നർത്ഥം. അടുത്തതായി ഭണ്ടൻ അയച്ച ആ ഒരു അസുരാസ്ത്രത്തിൽ നിന്ന് ആയിരക്കണക്കിന് മധു, കൈടബൻ, മഹിഷാസുരൻ, ധൂമ്രലോചനൻ, ചണ്ടമുണ്ടാദികള്, ചിക്ഷുരൻ, ചാമരൻ, രക്തബീജൻ, കാലകേയൻ തുടങ്ങിയ എല്ലാ രാക്ഷസന്മാരും വീണ്ടും ആവിർഭവിക്കുകയാണ്. ഇവര് ശക്തിസേനയെ ആക്രമിക്കാനായിട്ട് അട്ടഹാസം മുഴക്കി എത്തിയപ്പോൾ അവര് ലളിതാദേവിയെ ശരണാഗതി ചെയ്തു. ദേവി അത്യന്തം ക്രൂദ്ധയായിട്ട് അട്ടഹസിച്ചു. ആ ശബ്ദത്തിൽ നിന്ന് എല്ലാ ദേവന്മാരുടെയും ആ തേജസ്സായിരിക്കുന്ന വിശ്വരൂപിണിയായ ദുർഗാ ഭഗവതി അവിടെ ആവിർഭൂതയാവുകയാണ്. സകല വേഷഭൂഷാദികളോടുകൂടി ആയുധങ്ങളോടുകൂടി ആ നാരായണിയായിരിക്കുന്ന ദേവി സിംഹാരൂഢയായിട്ട് പണ്ടാസുരന്റെ ആ ഒരു അസുരാസ്ത്രത്തിൽ നിന്ന് പുറപ്പെട്ട അസുരന്മാരെ എല്ലാം തന്നെ നിഗ്രഹം ചെയ്ത് മഹിഷമർദ്ദിനിയായിട്ട് ലളിതാദേവിയെ നമസ്കരിച്ചു. വീണ്ടും ഭണ്ഡാസുരൻ മൂകാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ദേവി വാഗ്വാദിനി എന്ന് പറയുന്ന അസ്ത്രങ്ങൾ പ്രയോഗിച്ചു. വീണ്ടും വേദങ്ങളെ മോഷ്ടിച്ച ആ ഒരു എന്താ പറയാ സോമകൻ, ഹയഗ്രീവൻ തുടങ്ങിയ ആ അസുരന്മാര് ദേവിയുടെ ആ വലത്തെ കൈയിലെ പെരുവിരലിൽ നിന്നാണ് വന്ന ആദിനാരായണമൂർത്തി ഇല്ലാതാക്കി. ഇതെല്ലാം തന്നെ നമ്മൾ കേൾക്കുന്നത് ഈ പറയുന്ന അസ്ത്രങ്ങളും പ്രത്യസ്ത്രങ്ങളും എല്ലാം തന്നെ നമ്മുടെ ആസുരിക ഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് ഇല്ലാതാക്കുന്ന ദേവിയും നമ്മുടെ ഉള്ളിലാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഭണ്ഡാസുരൻ ആ അർണവാസ്ത്രം ത്തിലൂടെ ഉണ്ടായ ജലസഞ്ചയം, ദേവിയുടെ വലതു കൈയിലെ ചൂണ്ടാണി വിരലിൽ നിന്ന് വന്ന കൂർമ്മം, വെള്ളത്തിൽ മുങ്ങിയ ശക്തി ദേവതമാരെ തന്റെ പുറത്ത് കയറ്റി ആ ഒരു സാഗരാസ്ത്ര ഭയത്തിൽ നിന്ന് അവരെ മുക്തരാക്കി. പിന്നെ ഭണ്ടന്റെ ഹിരണ്യാക്ഷ അസ്ത്രത്തെ ഇല്ലാതാക്കാനായിട്ട് ദേവിയുടെ വലതു കൈയിലെ നടുവിരലിൽ നിന്ന് കൈലാസ തുല്യമായിരിക്കുന്ന ആദി വരാഹമൂർത്തി ആവിർഭവിച്ച തന്റെ തേറ്റ കൊണ്ട് ഹിരണ്യാക്ഷന്മാരെ പിളർത്തി. ഇത് കണ്ടപ്പോൾ ഭണ്ടൻ കോപം കൊണ്ട് പുരികം വളയ്ക്കുകയും അതിൽ നിന്ന് കോടിക്കണക്കിന് ഹിരണ്യകശിപുമാര് ആവിർഭവിക്കുകയും ചെയ്തു. ഇവർ ശക്തിസേനയെ മർദ്ദിക്കുകയും പ്രഹ്ലാദനെ പീഡിപ്പിക്കുകയും ചെയ്തു. ഭണ്ടൻ പ്രയോഗിച്ചത് അതിഭീകരമായിരിക്കുന്ന മഹാബലീന്ദ്രാസ്ത്രമായിരുന്നു. ഹിരണ്യകശിപ്പുക്കളെ ഇല്ലാതാക്കാൻ ലളിതാദേവിയുടെ വലത്തെ കൈയുടെ മോതിരവിരലിൽ നിന്ന് ആ ഒരു ഇളകുന്ന ജടാമുകുടത്തോടുകൂടി ജ്വലിക്കുന്ന 3 കണ്ണുകളോടുകൂടി സിംഹമുഖനായി കഴുത്തിന് കീഴെ മനുഷ്യരൂപമായിട്ട് നഖങ്ങളെ ആയുധമാക്കിക്കൊണ്ട് കാലരുദ്രസ്വരൂപനായിട്ട് ഘോര അട്ടഹാസം മുഴക്കിക്കൊണ്ട് അനേകം കൈകളോടെ ആവിർഭവിച്ച നരസിംഹമൂർത്തി എല്ലാ ഹിരണ്യകശിപ്പുക്കളെയും ഇല്ലാതാക്കുകയാണ്. അങ്ങനെ ആ മഹാബലി അസ്ത്രത്തെ ഇല്ലാതാക്കാൻ 100 കണക്കിന് വാമനമൂർത്തികൾ അവതരിച്ചു. ആ ഒരു മഹാബലികളെ പാശം കൊണ്ട് ബന്ധിച്ച് നിർവീര്യമാക്കി. പിന്നെ ഭണ്ടൻ തന്റെ ഹൈഹയ അസ്ത്രത്തിൽ നിന്ന് വന്ന
സഹസ്രബാഹുക്കളുള്ള കാർത്തിവീരാർജുനന്മാരെ ദേവിയുടെ ഇടത്തെ കൈയിലെ പെരുവിരലിൽ നിന്ന് വന്ന ഉഗ്രപ്രതാപിയായിരിക്കുന്ന പരശുരാമൻ സംഹരിച്ചു. അടുത്തതായി പണ്ടന്റെ ആ ഒരു ഹൂങ്കാര ശബ്ദത്തിൽ നിന്ന് രാവണൻ ആവിർഭവിക്കുകയാണ്. അപ്പോൾ ദേവിയുടെ ഇടത്തെ കൈയിലെ ചൂണ്ടുവിരലിൽ നിന്ന് ശ്രീരാമചന്ദ്രൻ, ലക്ഷ്മണൻ എന്നിവർ ആവിർഭവിച്ച് രാവണനെയും കുംഭകർണനെയും വധിച്ചു. അടുത്തതായിട്ട് ഹനുമാനോളം ബലമുള്ള അനേകം വാനരന്മാരെ ഭണ്ഡാസുരൻ ഉണ്ടാക്കി ദേവിയുടെ ഇടത്തെ കൈയിലെ നടുവിരലിൽ നിന്ന് നീലവസ്ത്രധാരിയായിട്ട് ബലരാമൻ ആവിർഭവിച്ച് എല്ലാ വാനരപ്പടയും സംഹരിച്ചു. ഭണ്ഡൻ വീണ്ടും പ്രയോഗിച്ച രാജാസുരം എന്ന മഹാസ്ത്രത്തിൽ നിന്ന് ശിശുപാലൻ, ദന്തഭക്തൻ തുടങ്ങിയ അനേക രാജാക്കന്മാരെ ദേവിയുടെ ഇടത്തെ കൈയിലെ മോതിരവിരലിൽ നിന്ന് വന്ന ആ ഒരു ശ്രീകൃഷ്ണൻ, വാസുദേവൻ 4 വ്യൂഹങ്ങളായിട്ട് സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. ഭഗവാന്റെ വിഷ്ണുവിന്റെ വ്യൂഹങ്ങളായിട്ട് പറയുന്ന എന്താണ്? വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. ഇവരെല്ലാവരും രാജാക്കന്മാരെ ഇല്ലാതാക്കി. അവസാനമായിട്ട് ഭണ്ഡൻ വീണ്ടും ആ ഒരു കല്യാസ്ത്രത്തെ അയക്കുകയും അനേക കിരാതർ, ദുഷ്ടന്മാർ ഇവര് ആവിർഭവിക്കുകയും ചെയ്തു. അപ്പൊ ദേവിയുടെ ഇടത്തെ കൈയിലെ ചെറുവിരലിൽ നിന്ന് കൽക്കി എന്ന് പറയുന്ന വിഷ്ണു ഭഗവാന്റെ 10ാമത്തെ അവതാരം പുറത്ത് കയറി വാളുമായിട്ട് അട്ടഹസിച്ചു വന്നതും ആ ശബ്ദത്തിൽ തന്നെ ഇവരെല്ലാം നശിക്കുകയും ചെയ്തു. ഇതുവരെ നമ്മൾ കണ്ടത് കരാങ്കുലി നഖോത്പന്ന നാരായണ ദശാകൃതി. ഇത് കേട്ടാൽ തന്നെ നമ്മുടെ എല്ലാ ശത്രുക്കളും നമ്മുടെ ഉള്ളില് മാനസികമായിട്ടുണ്ടാക്കുന്ന നമ്മുടെ പുരോഗതിക്ക്, ദേവിയെ അടയുന്നതിനുള്ള പുരോഗതിക്ക് തടസ്സമായിരിക്കുന്ന എല്ലാ ദുർദേവതകളും ഇല്ലാതായി തീരുമെന്ന് ഉറപ്പായിട്ട് വാഗ്ദേവതകൾ പറയണു. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന തത്വം, അതായത് ഐസക് ന്യൂട്ടൺ പറഞ്ഞതിന് മുമ്പ് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞ സത്യത്തെയാണ്. കാരണം എനർജി ക്യാൻ ബി നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്, അല്ലെ? ഭഗവത്ഗീതയിലെ 11ാം അധ്യായത്തിലെ വിശ്വരൂപ ദർശനം പറയണു, ഇഹൈസ്തം ജഗത് കൃഷ്ണം പശ്യദസ്യ സച്ചരാചരം. 15ാം ശ്ലോകം പറയണു, പശ്യാമി ദേവാംസ്തവ ദേവദേഹേ സർവാസ്തത ഭൂതവിശേഷ സംഘർഷാൻ. മഹാവിഷ്ണുവിന്റെ എല്ലാ അവതാരങ്ങളും എന്താ പറയാ, ഒരു സമയത്തുണ്ടായതല്ല. കാരണം ഇതെല്ലാം തന്നെ ദേവിയുടെ കൈവിരൽ തുമ്പിൽ നിന്നുണ്ടാകുന്നതാണ്. എപ്പോഴാണോ പ്രശ്നം വരുന്നത് അപ്പോഴിത് ആവിർഭവിക്കും. ഇപ്പൊ ദുർഗാ ഭഗവതിയുടെ അട്ടഹാസത്തിൽ നിന്ന് വന്നതാണ്, ഇല്ലേ? ആ ഒരു എന്താ പറയാ, ഏത് പ്രതിസന്ധികളും കടന്നു പോകാൻ, ദുർഗ എന്ന് പറഞ്ഞാൽ ദുർഗമമായിട്ട് കടന്നു പോകാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, ആ കോട്ടകളെ പോലും, പ്രതിസന്ധികൾ അത്രയും ഉയർന്നതാണെങ്കിലും ഏറ്റവും ഉചിതമായിട്ടുള്ള ഒറ്റ പരിഹാരമാണ് സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരി, ഇല്ലേ? ദുർഗാ ഭഗവതി ആര്? അമ്മയുടെ ഉള്ളിൽ നിന്ന് വന്ന ദേവിയാണ്, അല്ലേ? എല്ലാ അവതാരങ്ങളും തങ്ങളുടെ കർമ്മങ്ങൾ ചെയ്ത് ആ ലളിതാ മാതാവിനെ നമസ്കരിച്ച് തൊഴുതു നിൽക്കുകയാണ്. ഇപ്പൊ ദേവിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് കൽപ്പം തോറും ആ ധർമ്മ സംരക്ഷണം നടത്തുന്നത്. അങ്ങനെ എല്ലാ അസ്ത്രങ്ങളും നശിച്ച ദുഷ്ടനായ ഭണ്ഡാസുരൻ വീണ്ടും മഹത്തായിരിക്കുന്ന മോഹാസ്ത്രത്തെ പ്രയോഗിച്ച് ശക്തികളെ മോഹിപ്പിച്ചപ്പോൾ ദേവി ശാംഭവാസ്ത്രം പ്രയോഗിച്ചു. സന്ധ്യയായി, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേവി നാരായണാസ്ത്രം പ്രയോഗിച്ച് ഭണ്ഡന്റെ അക്ഷൗണി പടകളെ ഭസ്മീകരിച്ചു. പിന്നീട് ലളിതാദേവി കാലാഗ്നി പോലെ ജ്വലിക്കുന്ന പാശുപതാസ്ത്രം കൊണ്ട് ഭണ്ഡന്റെ 40 സേനാപതികളെ നിഗ്രഹിച്ചു. അനന്തരം ലോകമാതാവായിരിക്കുന്ന ലളിത മഹാരാജ്ഞി 1000 സൂര്യ തേജസ്സുള്ള ശ്രീ കാമേശ്വരാസ്ത്രം പ്രയോഗിച്ച് എല്ലാം നശിച്ച് ഏകനായി നിൽക്കുന്ന, അല്ലെ, ഭയശാലിയായിട്ട് നിൽക്കുന്ന ആ പ്രചണ്ഡ വിക്രമനായിരിക്കുന്ന ആയിരുന്ന, അല്ലെ, ലോകത്തെ എന്താ പറയാ, ലോകത്തിന് നാശകാരിയായിരിക്കുന്ന ആ ഭണ്ഡാസുരനെ നിർവീര്യമാക്കുകയാണ്. അപ്പൊ മഹാകാമേശ്വര അസ്ത്രത്തിൽ നിന്ന് പുറപ്പെട്ട ജ്വാലകൾ ഭണ്ഡാസുരന്റെ ശോണിതപുരി, ശൂന്യകം എന്ന് പറയുന്ന നഗരം, അതിലെ സ്ത്രീകളെ, കുട്ടികളെ എല്ലാത്തിനെയും ചേർത്ത് പൂർണ്ണമായിട്ട് ദഹിപ്പിക്കപ്പെടുകയാണ്. ഇപ്പൊ കേവല സ്ഥലം മാത്രം അവശേഷിച്ച ഭണ്ഡാസുരന്റെ നാശത്തിന് ത്രൈലോക്യം മുഴുവനും ആനന്ദത്തിൽ ആറാടി. സപ്തഋഷികളെ വേദമന്ത്രങ്ങൾ കൊണ്ട് ദേവിയെ ആശീർവദിച്ചു. മന്ത്രിണി, ദണ്ഡിനി, സമ്പത്കരി, അശ്വാരൂഢ ഇവരുടെ അകമ്പടിയോടുകൂടി ദേവി തിരിച്ചെഴുന്നള്ളാൻ തുടങ്ങി. പരിശുദ്ധവും സകല പാപഹരവും സകല സിദ്ധിപ്രദവുമായിരിക്കുന്ന ലളിതാദേവിയുടെ ഈ പരാക്രമത്തെ പഠിക്കുന്നവര് ഉത്തമമായിരിക്കുന്ന ഭാഗ്യ സമൃദ്ധിയെ പ്രാപിക്കുന്നു. ശ്രീചക്ര രാജരാജേശ്വരിയായിരിക്കുന്ന ദേവി സിംഹാസനത്തിലിരുന്നു. ഇനി നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങള്, ഭണ്ഡാസുരൻ ആര്, അല്ലെ? നമ്മൾ ഇത്രയും കേട്ടു. ലളിതാദേവി ആരാണ്? ഈ പരമേശ്വരന്റെ ക്രോധാഗ്നിയിൽ വെന്തെരിഞ്ഞു മരിച്ച കാമദേവന്റെ ചാരം കൊണ്ട് ചിത്രസേനൻ എന്ന് പറയുന്ന ഗണേശ്വരൻ ഉണ്ടാക്കിയ പുരുഷ പ്രതിമയ്ക്ക് ശിവകടാക്ഷം കൊണ്ട് ജീവൻ വെച്ചതാണ് ഭണ്ഡാസുരൻ, അല്ലെ? അപ്പൊ ആ ഒരു താമസികമായിരിക്കുന്ന കാമസ്വരൂപിയായിട്ടാണ് ഭണ്ഡാസുരൻ ജനിച്ചതെന്നർത്ഥം.
ഈ കാമദേവൻ ബ്രഹ്മാവിന്റെ ആവശ്യപ്രകാരം മഹാലക്ഷ്മിയിലുള്ള രജോ ഗുണ പ്രധാനിയായ പുത്രനാണ് ആ കാമദേവൻ. ഇപ്പൊ രജോ ഗുണിയായിരിക്കുന്ന കാമൻ ദഹിച്ച ചാരത്തിൽ നിന്ന് തമോ ഗുണിയായിരിക്കുന്ന ഭണ്ഡൻ ഉണ്ടായി. ആ ഭണ്ഡാസുരനാണ് ലളിതാ പരമേശ്വരി കാമേശ്വരാസ്ത്രത്താൽ ഇല്ലാതാക്കിയത്. ഇപ്പൊ കാമേശ്വരൻ പരാശക്തിയുടെ ആ ഒരു അനുരൂപ വരനാണ്. അദ്ദേഹം അപ്പോൾ തന്നെ സാത്വികവും ആ ഒരു സത്വാതീതവുമായിട്ടുള്ള കാമമാണ് അവിടെ ഈ ഒരു മന്ത്രാസ്ത്രം കൊണ്ട് ദേവി പണ്ടവധം നടത്തിയത് ഈ ഒരു അസ്ത്രം വെച്ചിട്ടാണ് അല്ലെ. കാമത്തിന്റെ വിമലീകരണം അഥവാ ശുദ്ധീകരണമാണ് ഭണ്ഡാസുര വധത്തിന്റെ പ്രതിപാദ്യം എന്ന് നമുക്ക് പറയാം. നമ്മുടെ 3 ഗുണങ്ങള് താമസികം, രാജികം, സാത്വികം, ഏത് കാമമാണെങ്കിലും ത്രിഗുണാതീതമായിരിക്കുന്ന തലത്തിലേക്ക് ഉയർത്തപ്പെടണം. ശിവൻ ദേവിക്ക് സമ്മാനിക്കുന്ന തൃശൂലം, കാമേശ്വരാസ്ത്രം തുടങ്ങിയവ കൊണ്ടാണ് ദേവി ഒരു ജീവന് പരമപദത്തെ നൽകുന്നത്. ഭണ്ഡാസുരന്റെ എല്ലാ അസ്ത്രങ്ങളും എന്തൊക്കെയാണ്? വാസന, ഗുണം, വൈരികള്. അത് ഇതെല്ലാം ഈ ഗുണങ്ങള് എല്ലാം തന്നെ നമ്മളിലുണ്ട്. നമ്മളെല്ലാം തന്നെ ആ ഒരു ഭണ്ഡനെ പ്രതിനിധീകരിക്കുന്നവരാണ്. മനുഷ്യജന്മം അല്ലെ. കോപം, വൈര്യം, അസൂയ, കോംപ്ലക്സ്, മയക്കം, ക്ഷീണം, തന്റെ സ്വധർമ്മം അനുഷ്ഠിക്കാത്തതിന് ധർമ്മന്യായം പറയുക, ഇതെല്ലാം ജീവൻ ആ ഈശ്വരനെ അടയുന്നതിൽ നിന്ന് മുടക്കാനുള്ള തന്ത്രങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഭണ്ഡാസുരൻ എന്ന് പറയുന്ന എല്ലാ ജീവനുകളും തുടക്കത്തിൽ നല്ലവര് തന്നെയാണ് അല്ലെ. എല്ലാം തനിക്ക് ലഭിച്ചു കഴിയുമ്പോൾ മറ്റുള്ളവരുടെ നേർക്ക് തന്റെ ദുർവാസനകളെ എപ്പോഴും പ്രകടിപ്പിക്കാൻ തുടങ്ങും. എപ്പോ അത് ചെയ്യാൻ തുടങ്ങുന്നു അപ്പോൾ ആസുരിക ഭാവം വന്നു ചേരും ഇല്ലേ. നമ്മൾ പറയും മൈറ്റ് ഈസ് റൈറ്റ് എന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ ധർമ്മ അനുസരണത്തിലെ മൈറ്റ് ഈസ് നെവർ റൈറ്റ് അതാണ് അല്ലെ. തന്റെ കയ്യിൽ വന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്ന ഓരോരുത്തരുടെ ഉള്ളില് ഭണ്ഡാസുരനുണ്ട്, ഉറപ്പാണ്. ഇപ്പൊ ദേവിയുടെ മകളാണ് ബാല 9 വയസ്സുള്ള കുട്ടിയാണ്. ലളിതാദേവി കാമേശ്വരനെ വിവാഹം ചെയ്ത് ശ്രീപുരത്തിൽ താമസിക്കുന്നതും വധത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഇതിനിടയിൽ 9 വയസ്സുള്ള ബാലാദേവി എവിടെ നിന്നാണ് വന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പൊ ആരാണ് ബാല? അപ്പോ ആ ഒരു കൃപാനന്ദ ഗുരുവര്യർ പറയാറുണ്ട്, അവനവൻ കണ്ണാടിയിൽ നോക്കിയാൽ ബാലയെ കാണാം. ഇപ്പൊ ലളിതാദേവിയുടെ മക്കളെല്ലാം തന്നെ ബാലകളാണ് ഇല്ലേ. നമ്മളെല്ലാം അമ്മയുടെ മക്കളാണ്. ബാലാ ത്രിപുരസുന്ദരി എന്നാൽ ഏത് ജീവനാണോ തന്റെ ഉള്ളിലെ ആത്മശക്തി ദേവിയാണെന്ന് അറിഞ്ഞ് താതാത്മ്യം പ്രാപിക്കുന്നത് അവരാണ് ബാല. അപ്പൊ ധർമ്മത്തെ രക്ഷിക്കാൻ അധർമ്മത്തിന് എതിരായിട്ട് ചണ്ട കൂടുന്ന എല്ലാവരുടെയും കൂടെ നിന്ന് ആ പൂർണ്ണ ശക്തിയായിരിക്കുന്ന ലളിതാ പരമേശ്വരി അവരെ സഹായിക്കും, ഉറപ്പാണ് അല്ലെ. നമ്മൾ ഈ ഒരു കഥയിലൂടെ അതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ഒരു ലളിതാദേവിയെ സഹായിക്കുന്ന ആളാണ് ബാലാദേവി. അതുകൊണ്ട് തന്നെ സത്യത്തെ ആ ഒരു നിത്യ അനിത്യങ്ങളെ തിരിച്ചറിയുന്ന വിവേകമാകുന്ന ഹംസങ്ങൾ വലിക്കുന്ന കർണീരഥത്തിലാണ് ബാല യുദ്ധത്തിന് പോകുന്നത്. ഇപ്പൊ ഇരുട്ടില് വെളിച്ചമായിട്ടും ആ ഒരു കണ്ണ് മങ്ങുന്ന വെളിച്ചത്തിൽ ഇരുട്ടായിട്ടും തന്റെ യഥാർത്ഥ സ്വരൂപത്തിലുള്ള ആ ജീവന്റെ യാത്രയിലുള്ള തടസ്സങ്ങളാണ് 4 പകലും 4 രാത്രിയുമായിട്ട് നടന്നത്. ഇപ്പൊ ഭണ്ഡാസുരവധം വേറെ എവിടെയോ നടന്ന കഥയല്ല. ഓരോ ജീവനും ശരീരമാകുന്ന ശ്രീചക്രം തൻ്റെതാണ് എന്നുള്ള അജ്ഞാനത്തില് ശരീരത്തിലെ യഥാർത്ഥ ആരാണെന്ന് നമ്മൾ മറന്നു പോവുകയാണ്. എപ്പോഴാണോ ആ ഒരു ദേവഭാവത്തിലേക്ക് ജീവൻ ഉയർത്തപ്പെടുന്നുവോ അപ്പോ ആ ദേവകാര്യ സാധ്യത്തിനായിട്ട് എന്താ പറയുക, ചിത്താകുന്ന അഗ്നികുണ്ഡത്തിൽ നിന്ന് ദേവി ആവിർഭൂതയാകണു. ഇപ്പൊ ദേവകാര്യം എന്നാൽ ഈ മനുഷ്യ ജീവനുകളെല്ലാം തന്നെ ദേവപദവിയിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ വരുന്ന അമ്മയാണ് സാക്ഷാൽ ലളിതാ പരമേശ്വരി അല്ലെ. ഒരു അമ്മയ്ക്ക് മാത്രമേ തന്റെ മക്കളെ നല്ലതാക്കണം, അവരെ ഉയർത്തണമെന്ന് തോന്നാറുള്ളൂ. ഇപ്പൊ ലളിതാദേവിക്ക് നവാഭരണ പൂജ പൗർണമി ദിവസം ചെയ്യുന്നത് വളരെ വിശേഷമാണെന്ന് പറയുന്നത്. എന്താണ് ഈ ആവരണം അല്ലെങ്കിൽ ചുറ്റുകളെ ചുറ്റി ഇരിക്കുന്നതെന്ന് അർത്ഥം നമ്മൾ നോക്കണം. ദേവിയെ ചുറ്റി 9 ചുറ്റുകള്. അപ്പൊ ദേവി ബിന്ദുസ്ഥാനത്തിരിക്കുകയാണ്. ദേവിയെ ബിന്ദുവാസിനി, ബിന്ദുകലാഭിന്ന, ബിന്ദുരൂപിണി, ബ്രഹ്മസ്വരൂപിണി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ ബിന്ദു ശബ്ദത്തിന് ആ ശുക്ലമായ ബ്രഹ്മരന്ധ്രം എന്നാണ് അർത്ഥം. കാരണ ബിന്ദുവിൽ മൂല കാരണമായിട്ടിരിക്കുന്നവൾ, പ്രപഞ്ച മൂലമായിട്ടിരിക്കുന്നവൾ, മൂലപ്രകൃതി അവ്യക്ത വ്യക്താവ്യക്ത സ്വരൂപിണി എന്ന് ലളിതാ സഹസ്രനാമം. ഇപ്പൊ ബിന്ദുവിനോട് ചൈതന്യത്തോടുമുള്ള കലകളുടെ ജീവാത്മാക്കളുടെ ഐക്യരൂപത്തോട് കൂടിയവൾ. ഇപ്പൊ പടിപ്പടിയായിട്ട് എങ്ങനെയാണ് ആ ദേവി പാദങ്ങളിൽ ചെന്ന് ചേരുന്നത്? ശങ്കരാചാര്യ സ്വാമികൾ പറയണു, ആ ഒരു അമ്മ അവിടുത്തെ ബിന്ദുസ്ഥാനത്ത് വന്ന് കാണാൻ എല്ലാവർക്കും പറ്റില്ല. കാരണം അഷ്ടമസിദ്ധികളൊന്നും കിട്ടിയിട്ടില്ലാത്ത സാധാരണ മനുഷ്യരാണല്ലേ. അങ്ങനെയുള്ളവർക്ക് ബിന്ദുസ്ഥാനത്ത് വരേണ്ട കാര്യമില്ല, അവർക്ക് എത്താൻ പറ്റില്ല. ഭൂപുരത്തില്
ഈ 10 ശക്തികൾ ഇരിപ്പുണ്ട്. അപ്പൊ അവരെ വണങ്ങിയാൽ മതി ഈ സിദ്ധികൾ കിട്ടാൻ. എന്നാല് ബിന്ദുസ്ഥാനത്ത് ശിവകാമേശ്വരാംഗസ്ത്യയായിട്ട്, കാലസ്വരൂപിണിയായിട്ട്, സർവകാമപ്രദയായിട്ട്, അഭീഷ്ടദായിനിയായിട്ടിരിക്കുന്ന അവിടത്തെ ദർശിക്കണമെങ്കിൽ ആ ഒരു മുഴുവനും ഒരു ജീവൻ ആ ഒരു പൂർണ്ണമായിട്ടും പരിശുദ്ധമായിരിക്കണം, ശുദ്ധത കൈവരിക്കണം. അപ്പൊ ഈ വഴിയിൽ ദേവിയെ വണങ്ങുന്നതിനെയാണ് നമ്മൾ നവാവരണ പൂജ എന്ന് പറയുന്നത്. അപ്പൊ ദേവിയുടെ നവ ആവരണ കൃതികൾ എഴുതിയ ആളാണ് മുത്തുസ്വാമി ദീക്ഷിതര്. കമലാംബയ്ക്കാണ് അദ്ദേഹം എഴുതിയത്. കമലാംബാദേവി കാലിന്റെ പുറത്ത് കാലിട്ടിരിക്കുന്ന നമ്മൾ ഒരു വിഗ്രഹവും അങ്ങനെ കാണാൻ സാധ്യമല്ല. കാരണം ഇവിടെ ദേവി കാലിന്റെ പുറത്ത് കാലിട്ടിരിക്കണം. ഇതിനെയാണ് നമ്മൾ ശിവരാജയോഗത്തിലാണ് അമ്മ ഇരിക്കുന്നതെന്ന് പറയാറ്. കാരണം ഈ നവാവരണ കൃതികൾ കേട്ടത് എന്ന് പറയുന്ന എന്താ പറയാ ആ ഒരു എന്ന് പുരാണം ഇങ്ങനെ ഇരുന്നിട്ടാണ് അമ്മ കേട്ടതെന്നാണ് പറയുന്നത്. അപ്പൊ തിരുസന്നിധിയുടെ മുമ്പിലെ ആ മണ്ഡപത്തിൽ ഇരുന്നാണ് മുത്തുസ്വാമി ദീക്ഷിതർ പാടിയത്. ഈ കാലിന്റെ പുറത്ത് കാലിട്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ആസനാണ്. ശിവരാജയോഗം എന്നാണ് അതിന്റെ പേര്. ഒരു കാല് മറ്റേ കാലിന്റെ പുറത്ത് വയ്ക്കുമ്പോൾ രണ്ട് കാലും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകും ഇല്ലേ? എന്നാൽ കമലാമ്പാളുടെ രണ്ട് കാലും ഒരേ വശത്തേക്കാണ് ഇരിക്കണമെന്ന് നമ്മൾ ആ ചിത്രം കണ്ടാൽ മനസ്സിലാകും. യോഗത്തിൽ മാത്രമേ അങ്ങനെ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു തിരുവാരൂരിലെ ശിവരാജയോഗത്തില് ദേവി തപസ്സിലാണ് ഇരിക്കുന്നതെന്ന് പറയണു. ദേവിയുടെ 9 ആഭരണങ്ങൾക്കും പ്രത്യേക കൃതികളുണ്ട്. ഓരോ ചക്രത്തിനും യോഗിനിമാരും ദേവതകളുമുണ്ട്. അത് പ്രത്യേകമായിട്ട് തന്നെ അവരെ നമ്മുടെ പേരുകളും അവർക്ക് യന്ത്രങ്ങളുമുണ്ട്. ഓരോ പേരും എടുത്തു പറഞ്ഞിട്ടാണ് ദീക്ഷിതര് പാടുന്നത്. ദേവി ഉപാസന എല്ലാം തന്നെ പരമ്പരയിലൂടെ ഗുരുമുഖത്തുനിന്ന് ദീക്ഷയിലൂടെ അറിയണമെന്ന് നിയമം. എങ്കിലും പൊതുവെ പുറത്തുനിന്ന് ബിന്ദുവിലേക്ക് സഞ്ചരിക്കുന്ന ഒരു ജീവൻ ആദ്യത്തെ ആവരണം ഭൂപുരം അഥവാ ത്രൈലോക്യ മോഹന ചക്രം എന്ന് പറയണു. ആ ഒരു സമയമാർഗത്തിലൂടെയും കൗളത്തിലൂടെയും അവസാന ലക്ഷ്യം പരമശിവനോട് സാമരസ്യമായിരിക്കുന്ന പരാശക്തിയാണ് അല്ലേ? അപ്പോ ദേവ ആ ഒരു സദാ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ അവിടെ ദേവിയെ സാദാ എന്നാണ് പറയുന്നത്. സാദാഖ്യ കല. അപ്പൊ ഭൂപുരം എന്നതില് ചില മാർഗങ്ങളില് 4 ഓപ്പണിങ്സ് ഉണ്ട്. അപ്പൊ അതില് എന്താ പറയാ ചിലതിലില്ല. ഭൂപുരം എന്നാല് ഭൂലോകം, ത്രൈലോക്യ മോഹനം എന്നാല് 3 ലോകങ്ങൾ കണ്ട് മോഹിച്ച് മായയിൽ വീണ് എനിക്ക് വേണം ഇത് എന്റേതാണെന്നുള്ള മിഥ്യയിൽ കുരുങ്ങി ആ ഒരു ലൗകികതയിൽ മുഴുങ്ങിയിരിക്കുന്ന തലമാണ് ത്രൈലോക്യ മോഹന ചക്രം. ഈ ചിന്താഗതിയിൽ നിന്ന് അനേക ജന്മങ്ങളിലെ യാത്രയിലൂടെ കുറച്ചായിട്ട് പക്വമായിട്ട് ഒരു സാധകൻ അഥവാ ജീവൻ ഉള്ളിലേക്കുള്ള സഞ്ചാരം ആരംഭിക്കുകയാണ്. അനേക ജന്മങ്ങളിലൂടെ ആയിരിക്കും ഇത് നടക്കുക. ഇവിടത്തെ യോഗിനികളെ പ്രകട യോഗിനികൾ എന്ന് പറയും. ഇവിടത്തെ ദേവത ത്രിപുരയാണ്. മുത്തുസ്വാമി ദീക്ഷിതര് കമലാമ്പാള് കമല കമല മാം രക്ഷതു എന്ന് പാടിപ്പാടി ദേവിയുടെ ആ ഒരു എന്താ പറയാ പഞ്ചരശുഖി ബോധശുഖി എന്നൊക്കെ ദേവിയെ സംബോധന ചെയ്യുന്നുണ്ട്. ഈ തലത്തില് സാധകൻ ജാഗ്രത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു എന്താ പറയാ എക്സ്റ്റേണലി കോൺഷ്യസ്നെസ് എന്നൊക്കെ നമുക്ക് പറയാം. ഇവിടെ നിന്ന് ഉള്ളിലോട്ട് പോകുന്ന സാധകൻ പ്രവേശിക്കുന്നത് 16 ഇതളുകളുള്ള ഷോഡശ കമലത്തിലാണ്. ഇവിടെ സർവാശ പരിപൂരക ചക്രം എന്ന് പറയുന്നു. ഇവിടെ ആശകളെ പൂരണം ചെയ്തു വരുന്ന ദേവി അവിടെ എന്താ പറയാ എല്ലാം അവിടെ കൊടുക്കുകയാണ്. ഷീ ഗ്രാൻസ് എവറിത്തിങ് ദയർ എന്ന് പറയാറുണ്ട്. ഗുപ്തയോഗിനികള് ത്രിപുരേശി ദേവതയുമാണ് ഇവിടെ. സാധകര് സ്വപ്നം എന്ന അവസ്ഥയിലാണ് ഇവിടെ. അടുത്തത് അഷ്ടദള പത്മം എന്ന് പറയുന്ന സർവ്വ സംക്ഷോഭണ ചക്രം. നമുക്കറിയാം സംക്ഷോഭണം എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലുള്ള അജിറ്റേഷൻ ഇല്ലേ? അജിറ്റേഷൻ എന്നാൽ ഒരു സ്ഥിരമായിട്ട് ഒന്നിലും ഉറയ്ക്കാത്ത അവസ്ഥ. അതിൽ വന്നാലേ നമ്മളെ പാൽക്കടൽ കടയുന്ന പോലെ മനസ്സിനെ കടഞ്ഞ് അതിൽ നിന്ന് പൂർണ്ണമായിട്ട് വെണ്ണ ലഭിക്കുകയുള്ളൂ എന്ന് പറയാറുണ്ട്. സുഖം, ദുഃഖം, നിരാശ ഇതെല്ലാം എന്താ പറയാ വന്നു പോകും. ആ സർവ സംക്ഷോഭണ ചക്രത്തിലാണ് ഇതൊക്കെ സംഭവിക്കുക. ഇവിടെ ഗുപ്തതര യോഗിനികളെ ത്രിപുരസുന്ദരി ആവിർഭവിക്കുകയാണ്. ആ സുഷുപ്തിയിലേക്കാണ് ഇവിടെ എന്താ പറയാ സുഷുപ്തിയാണ് ഇവിടെ. ആ ഒരു സുന്ദരൻ ശിവനാണ്. അദ്ദേഹം ത്രിപുരാരിയായിട്ട് 3 കോട്ടകള് കെട്ടി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ത്രിപുരന്മാരെ വധിച്ചതുകൊണ്ട് ഭഗവാന് ത്രിപുര സുന്ദരൻ എന്നൊക്കെ പേര് വന്നു. ഇപ്പൊ ദേവി ത്രിപുര സുന്ദരി അല്ലെ? ഇപ്പൊ ഭവാനി. ഇപ്പൊ ഇവിടെ ത്രിപുര സുന്ദരിക്ക് പേര് വേറൊരു അർത്ഥം കൂടിയുണ്ട്. ത്രിപുടി എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. കാരണം കർമ്മം ചെയ്യുന്ന വ്യക്തി എന്തിനെ ഉദ്ദേശിച്ച് ചെയ്യുന്നോ അത്. അപ്പം ആ ഒരു ധ്യേയം എന്ത് ചെയ്യുന്ന പ്രോസസ് അതിനെയാണ് നമ്മൾ ധ്യാനം. ഇതിനെയാണ് നമ്മൾ ത്രിപുടി എന്ന് പറയുന്നത്. ഇപ്പൊ ഗായകനും ഗാനവും ഒരു സ്റ്റേജിൽ ഒന്നാവുന്നത് കാണാം നമുക്ക്. ഒരിക്കലും ഗായകനിൽ നിന്ന് ഗാനത്തെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ? അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ത്രിപുരം എന്നും 3ഉം ഒന്നായിട്ട് ചേരുകയാണ്. ഇതിനെയാണ് നമ്മൾ ശിവബോധം
ജാഗ്രതത്തിലെല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് ഇരിക്കുന്നതായിട്ട് തോന്നും. സ്വപ്നത്തിലും പ്രത്യേകമായിരിക്കും. എന്നാല് ഗാഢ സുഷുപ്തിയില് ഈ മൂന്നും ഒന്നായിട്ട് ചേരുന്ന അവസ്ഥ. ഇതിനെയാണ് നമ്മൾ ഇതാണ് ത്രിപുര സുന്ദരി ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ആവരണം കഴിഞ്ഞ് നാലാമത്തെ ആവരണത്തിൽ പ്രവേശിക്കുമ്പോൾ 14 ത്രികോണങ്ങൾ ചേർന്ന ആ ഒരു മന്വേശ്വരമാണ്. അതിനെ നമ്മൾ സർവ്വ സൗഭാഗ്യ ചക്രം ദായക ചക്രം എന്നാണ് പറയുന്നത്. അവിടെ സമ്പ്രദായ യോഗിനികളാണ് ദേവത, ത്രിപുര വാസിനിയാണ്. ഇവിടെ സാധകൻ തുരീയ അവസ്ഥ എന്ന് പറയുന്ന ഈശ്വര വിചാരമാണ്. ഞാൻ ആര് എന്നുള്ള ചോദ്യം പ്രബലമായിട്ട് വരുന്നത് ഈ അവസ്ഥയിലാണ്. അടുത്തത് അഞ്ചാമത്തെ ആവരണം ബഹിർദശാരം. ഇത് 10 ത്രികോണങ്ങള്, സർവാർത്ഥ സാധക ചക്രം, എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കുന്ന സ്ഥലമാണ്. കുലോത്തീർണ യോഗിനികള്, ദേവത ത്രിപുരാശ്രീയാണ്. ഇപ്പൊ ഗുരു രൂപ സാധനം. ഇവിടെ നമുക്ക് ഗുരുവിനെ കിട്ടിയവരെ ഗുരുവിനെ ദൈവമായിട്ട് കണ്ട് ബുദ്ധിക്ക് കൂടുതൽ തെളിവുണ്ടാകുകയാണ്. അടുത്തത് ആറാമത്തെ ആവരണമാണ് അന്തർദശാരം എന്ന് പറയുന്ന 10 ത്രികോണങ്ങള്. ഇതിനെയാണ് സർവ്വരക്ഷാകര ചക്രം എന്ന് പറയുന്നത്. എന്തൊക്കെ ഉണ്ടെങ്കിലും ഈശ്വരാനുഗ്രഹം എന്നത് മാത്രമാണ് മനുഷ്യന് രക്ഷ, അല്ലേ? ആ രക്ഷയെ ലഭിക്കുന്ന സ്ഥലമാണിത്. ഇപ്പൊ നിഗർഭ യോഗിനികള്, ത്രിപുരമാലിനി, ഇവരാണ് ദേവതകള്. ഇവിടെ ഗുരുരൂപത്തിൽ നിന്ന് ഉപദേശം കിട്ടുന്ന ജീവൻ ദേവി തന്നെ ഗുരുരൂപിണിയായിട്ട് നിർദ്ദേശങ്ങൾ ഗുരുവിലൂടെ കൊടുക്കുകയാണ്. അപ്പൊ അടുത്തത് ഏഴാമത്തെ ആവരണം വസുകോണം എന്ന് പറയുന്ന 8 ത്രികോണങ്ങള്, സർവ്വ രോഗഹര ചക്രം, എല്ലാ രോഗങ്ങളും ഇല്ലാതാകുന്ന സ്ഥലം. എത്ര നിറച്ചാലും കുടത്തിൽ ഓട്ടയുണ്ടെങ്കിൽ നിൽക്കില്ല. അതുപോലെ എല്ലാ രോഗങ്ങളും പോയെങ്കിൽ ആ ഒരു അനുഭവ യോഗം വന്നു ചേരുള്ളൂ. ഇപ്പൊ ദേവി ത്രിപുര സിദ്ധയാണ് ഇവിടെ. ഇപ്പൊ യോഗിനികള്, രഹസ്യ യോഗിനികള്, എല്ലാ സിദ്ധികളും കൊടുക്കുന്ന ത്രിപുര സിദ്ധ. ഉപദേശം കിട്ടിയ സാധകൻ മന്ത്രത്തെ വീണ്ടും വീണ്ടും മനനം ചെയ്യണു. സാധകൻ മനന ആ ഒരു സാധകന് ഇവിടെ എന്താ പറയാ, മനസ്സ് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകണം. അടുത്തത് എട്ടാമത്തെ ആവരണം ഒരു ത്രികോണമാണ്, സർവ്വസിദ്ധിപ്രദ ചക്രം എന്ന് പറയുന്നു. ആ അതിരഹസ്യ യോഗിനികള്. രഹസ്യം എന്നാൽ അതിന് അത്രയും ഉയർന്ന നിലയുള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാകുന്ന തലമെന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ ആ ഒരു ത്രിപുരാംബ, ഇവിടെ സാധകൻ നിധിന്യാസം ചെയ്താലേ അടുത്ത ആവരണത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മള് ആ ഒരു മനനം കണ്ടു, ശ്രവണം മനനം എല്ലാം കണ്ടു ഇല്ലേ? അടുത്ത പടി കയറാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ നിധിന്യാസം ചെയ്യണം. അടുത്തത് ഒൻപതാമത്തെ ആവരണം എന്ന് പറയുന്ന ബിന്ദുസ്ഥാനമാണ്. അവിടെയാണ് സർവ്വ ആനന്ദമയ ചക്രം. ഇവിടെ ദേവി മഹാത്രിപുര സുന്ദരിയായിട്ട് സർവാനന്ദമയ ചക്രത്തില് ഇല്ലേ ആനന്ദ സുന്ദരിയായിട്ടിരിക്കുകയാണ്. ഇവിടെ എത്തിയ സാധകന്റെ നിലയാണ് സവികൽപ്പ സമാധി എന്ന് പറയുന്നത്. ഈശ്വരനും സാധകനും തമ്മിൽ വ്യത്യാസമില്ലാത്ത അവസ്ഥ. അപ്പൊ ഈ ഒരു അവസ്ഥ, അത് ആരാണോ അമാവാസി ദിനത്തിലെ പൗർണമി എന്ന് പറഞ്ഞത്, ആ ഒരു എന്താ പറയാ, പുറത്തുനിന്നുള്ള കൂരിരുട്ടിലെ ഉള്ളില് പൂർണ്ണ നിലവിനെ ദർശിച്ച ഒരാള്, അതായത് അതാണ് ബോധപ്രകാശം. ജ്ഞാന വെളിച്ചത്തിലിരിക്കുന്ന ആ സർവാനന്ദമയ ചക്രത്തെ അറിയാൻ സാധിക്കണമെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയായിരിക്കണം ഇല്ലേ? ഇവിടെ ശിവശക്തി ഐക്യ രൂപിണിയായിട്ടിരിക്കുന്ന അമ്മയോട് ചേർന്നിരുന്ന അഭിരാമി പട്ടർക്ക് ആമാവാസി ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എപ്പോഴും പൗർണമി മാത്രമാണ് ആസ്വദിച്ചിരുന്നത്. കാരണം കൂരിരുട്ട് പുറത്താണല്ലേ. ആ ഉള്ളിലെ ദിവ്യ പ്രകാശത്തിലിരിക്കുന്ന അദ്ദേഹത്തിന് ദേവിയെ മാത്രമേ കാണാൻ സാധിച്ചിരുന്നുള്ളൂ. പൗർണമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെയാണ് മഹാത്രിപുര സുന്ദരിയായിട്ട് ആനന്ദമയമായിട്ടിരിക്കുന്നത്. അപ്പൊ ഈ ബിന്ദുവിലിരുന്നാണ് ഓരോ ജീവനുകൾക്കും പലവിധമായിട്ടുള്ള ധാതുക്കള് ദേവി നൽകുന്നത്. അപ്പൊ ശാക്തേയർ അവിടെയാണ് വാരാഹിയെ പിതൃസ്ഥാനമെന്നും കുരുകുല്ലയെ മാതൃസ്ഥാനത്തും കാണുന്നത്. ഇവിടെ വാരാഹി പുരുഷൻ എന്ന മാസ്കുലിൻ പാർട്ടാണ്, കുരുകുല്ല എന്ന് പറയുന്നത് ഫെമിനൈൻ ശക്തി ഭാഗമാണ്. ചില വാരാഹി ക്ഷേത്രങ്ങളിലെ ദേവി അച്ഛനായിട്ടും അമ്മയായിട്ടും ഇരിക്കുന്നത് കാണാറുണ്ട്. അപ്പൊ പുരുഷൻ എന്ന അച്ഛന്റെ ഭാഗത്തുള്ള ധാതുക്കൾ വാരാഹിയും, നമ്മുടെ ധാതുക്കളെല്ലാം കുരുകുല്ല ദേവിയും, അതായത് അമ്മയുടെ ധാതുക്കളെല്ലാം കുരുകുല്ല ദേവിയും ജീവന് നൽകുകയാണ്. ഈ 9 ധാതുക്കൾ ചേർന്നിട്ടാണ് പ്രപഞ്ചത്തിൽ ഒരു ജീവന് ഭൂതശരീരം കിട്ടുന്നത്. ഭൂതശരീരം എന്ന് പറഞ്ഞാൽ എന്താ? പ്രപഞ്ചത്തിൽ ആവിർഭവിക്കുമ്പോൾ കിട്ടുന്ന ഈ പറയുന്ന ഫിസിക്കൽ ബോഡി. ഈ സ്ഥൂല ശരീരമാണ് ഇവിടെ നിൽക്കാൻ ജീവനെ സഹായിക്കുന്നത് അല്ലെ? ജന്മം എന്ന് പറയുന്ന പിറവിക്ക് കാരണം ബിന്ദുവാസിനിയായിരിക്കുന്ന സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരിയാണ് ഇവിടെ ഓരോ ജീവനെയും കൊണ്ടുവന്ന് നിലനിർത്തുന്നതെന്നർത്ഥം. അപ്പൊ സാധകൻ ദേവിയിൽ തന്നെ എത്തണമെങ്കിൽ പടിപ്പടിയായിട്ട് പക്വപ്പെട്ട് പവിത്രീകരിച്ചു പോയെങ്കിൽ മാത്രമേ അവിടെ എത്തുള്ളൂ. ഓരോ തടസ്സങ്ങളെയും ഈ ആവരണ ദേവതകളാണ് മാറ്റിത്തരുന്നത്. പൂപുരത്തിൽ 28 ദേവതകളാണ്, പിന്നെ 14, 10, 8 എന്നിങ്ങനെയുള്ള അവസാനം 3, പിന്നെ ദേവി മാത്രം ഇരിക്കുന്നു അല്ലേ? ഇപ്പൊ ഒരു വലിയ ഓഫീസിൽ ചെന്നാല് നമ്മൾ ഔട്ടർ റിംഗ് പലതുണ്ട്, പല ഉദ്യോഗസ്ഥരെ കാണും, പിന്നെ പല വഴികളും കടന്നാൽ മാത്രമേ അവസാനം ഇരിക്കുന്ന ഓഫീസർ, ഉയർന്ന തലത്തിലിരിക്കുന്ന ആ ഒരു ഭരണാധികാരിയെ കാണാൻ പറ്റുള്ളൂ. നേരിട്ട് പോയി കാണാൻ പറ്റില്ല.
അതുപോലെ ചിന്താമണി ഗ്രഹത്തിന്റെ ഉടമസ്ഥയെ കാണണമെങ്കിൽ മണിദ്വീപത്തിലെത്തി വീണ്ടും വീണ്ടും സഞ്ചരിക്കേണ്ടതായിട്ട് വരും. ആ ബിന്ദുസ്ഥാനത്ത് എത്താനുള്ള വഴിയാണ് നവാവരണ പൂജ എന്ന് പറയുന്നത്. ആ ഒരു എന്താ പറയാ, നവാവരണ പൂജ പൗർണമിക്ക് വിശേഷം എന്ന് പറയാൻ കാരണം ദേവി പൗർണമി നിലവായിട്ടാണ് ഇരിക്കുന്നത്. അമൃത് പൊഴിക്കുന്നവളാണ് ദേവി. ആ ജീവശക്തിയെ അവിടെ എത്തിച്ചേർന്നാൽ പിന്നെ അതേ ശക്തിയായിട്ട് അമൃതമഴ പെയ്യിക്കുകയാണ്. ഈ അമൃതമഴയാണ് ജീവന് സർവ്വ ആനന്ദം എന്ന് പറയുന്ന ആ ഒരു തലത്തെ പ്രദാനം ചെയ്യുന്നത്. ഈ നിലയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു ഉപാസകൻ നവാവരണ പൂജ ചെയ്യുന്നത്. ഈ ഒരു ഇത് മനുഷ്യന് സാധ്യമാണോ എന്ന് നമുക്ക് തോന്നാം. എന്നാൽ വളരെയധികം ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കഥ പറഞ്ഞ് നമുക്ക് നിർത്താം. ഞാനത് ഇപ്പൊ പറയുന്നില്ല. അത് നേരത്തെ ആ ഒരു ഭക്തമാനസ ഹംസിക എന്ന് പറയുന്ന ആ ഒരു ഇതിൽ കിടപ്പുണ്ട് നമ്മുടെ യൂട്യൂബിൽ. അതുകൊണ്ട് നിങ്ങൾ അത് കേട്ടാൽ മനസ്സിലാവും. കാരണം എങ്ങനെയാണ് ദേവി ആ ഒരു എന്താ പറയാ, ഭാഷയോ കാലമോ ഒന്നും ഇല്ല, അതിനപ്പുറം നിൽക്കുന്ന തലത്തിൽ ദേവി സഹായിക്കുന്നതെന്ന്. അപ്പൊ അങ്ങനെ അത് നമുക്ക് അവസാനം അത് ആരാണെന്ന് മനസ്സിലാവും. ആർതർ ആവലോൺ എന്ന് പറയുന്ന എന്താ പറയാ, കാഞ്ചി പെരിയവരുടെ അനുഗ്രഹം തേടിയ ജോൺ വുഡ്രോഫ് എന്ന് പറയുന്ന ആ പഴയ പേരിൽ അനേകം ശക്തി സാധനയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ഇറക്കിയ ആളായിരുന്നു അദ്ദേഹം. പരാശക്തിയുടെ ഉയർന്ന ഉപാസകനായിട്ട് മാറിയ അദ്ദേഹത്തിന്റെ കഥയാണത്. എല്ലാവരും കേൾക്കണം. കാരണം ശാക്തേയ ഉപാസന ഭാരതത്തിന്റെ ഏറ്റവും പഴയ ഉയർന്ന ഉപാസനാ മാർഗമാണെന്ന് അറിയണം. ഇപ്പൊ കാളിദാസൻ എന്ന മഹാകവിയിൽ ആരംഭിച്ച് സുബ്രഹ്മണ്യ ഭാരതി വരെ നീണ്ടു നിൽക്കുന്ന ആ ദേവിയുടെ അനുഗ്രഹ പാത്രമാകാൻ രാമകൃഷ്ണ പരമഹംസർ, വിവേകാനന്ദൻ വരെ ദേവി ശരണാഗതി ചെയ്താൽ എല്ലാവരെയും എന്താ പറയാ, ഇവരെ എല്ലാം തന്നെ നമ്മൾ പഠിച്ചാല്, ഇവരെങ്ങനെയാണ് ദേവിയെ ഉപാസിച്ചതെന്ന് അറിഞ്ഞാല് നമുക്കും പൂർണ്ണമായിരിക്കുന്ന ഒരു ശരണാഗതി ദേവിയുടെ പാദത്തിൽ ചെയ്യാൻ സാധിക്കും. ആ ഒരു എന്താ പറയാ, അംബികയും ചരണം പുകുന്താൽ അധിക വരം പെറലാം എന്ന് ഭാരതിയാർ പാടിയിട്ടുണ്ട് അല്ലേ. ആപതിക്കും കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായ. അപ്പൊ നവാവരണ പൂജയിലൂടെ ദേവിയെ ശരണാഗതി ചെയ്യുന്ന ഓരോ ജീവനും എന്താണ് നവാവരണം എന്നറിയണം, ആരാണ് ഭണ്ഡാസുരൻ എന്നറിയണം. ഈ ജ്ഞാനത്തിലൂടെ, അറിവിലൂടെ നമ്മുടെ വഴിയിൽ വരുന്ന ഓരോ തടസ്സങ്ങളെയും മാറ്റിക്കൊണ്ട് ഓരോ ജീവനും ആ ശക്തി ഉപാസനയിലൂടെ ലളിതാ പരമേശ്വരിയാകുന്ന ജഗദംബികയുടെ, നമ്മുടെ ജീവന്റെ അമ്മയാണ് അമ്മ അല്ലെ, ആ കരുണാമയി തന്റെ കടാക്ഷം കൊണ്ട് തന്നെ ഈ സംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റുമെന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പൊ ദേവിയുടെ പാദത്തിൽ നമുക്കെല്ലാം സമർപ്പിച്ചുകൊണ്ട് ശരണാഗത ദീനാർത്ഥ പരിത്രാണ പരായണേ സർവസ്യാർത്ഥി ഹരേ ദേവി നാരായണി നമോസ്തുതേ എന്ന് പറഞ്ഞ് ആ ദേവിയുടെ പാദത്തിൽ ശരണാഗതി ചെയ്തുകൊണ്ട് ഇത് കേൾക്കുന്നവർക്കും പറഞ്ഞ എല്ലാവർക്കും, പറഞ്ഞവർക്കും കേട്ടവർക്കും എല്ലാം ദേവി ഉയർന്ന തലത്തിൽ അമ്മയുടെ പാദപത്മങ്ങളെ എത്താൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് ഇന്നിവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.